ഓം ശാന്തി. ഇന്ന് ബാബയുടെ അവ്യക്തമധുര മഹാവാക്യമാണ്. ബാബ സ്വരാജ്യാധികാരി രാജ്യസിംഹാസനധാരിയെ ജീവിക്കാൻ പറയാം. ആത്മാവ് രാജാവാണ്, പക്ഷേ സിംഹാസനത്തിലിരുന്നാൽ മാത്രമേ രാജാവിൻ്റെ ഓർഡർ പ്രജകൾ മാനിക്കുള്ളൂ. അതേപോലെ ബാബ പറയണേ, ആത്മാവാകുന്ന രാജാവിന് ഈ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ, സ്വന്തം കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ സമ്പൂർണ്ണ നിയന്ത്രണം ഉണ്ടാകണം. സമ്പൂർണ്ണ നിയന്ത്രണം. ഞാൻ ചെയ്തു പോയി, പറഞ്ഞു പോയി, സോറി ബാബൻ എന്ന് പറയേണ്ട ഒരവസ്ഥ പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവരുത്. ആ സമ്പൂർണ്ണ സ്വരാജ്യാധികാരി സ്ഥിതി, ബാബ പറയുന്ന ആ സ്ഥിതിയിൽ പിന്നെ മായാജീത്തായിരിക്കും. ഒരു വികാരങ്ങൾക്ക് നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല പറയാം ബാബ. 5 വികാരങ്ങളുടെ മേലെ സമ്പൂർണ്ണ വിജയമുണ്ട്. ആ ഒരു പൂർണ്ണതയുടെ സമ്പൂർണ്ണ സ്ഥിതി ബാബ പറഞ്ഞ, അതാണ് നിങ്ങൾക്ക് ബാബയോടുള്ള സ്നേഹം എന്ന് പറയാം. ബാബ പരമാത്മ സ്നേഹം എന്ന് പറഞ്ഞാൽ ബാബ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണതയിലെത്തണം. പൂർണ്ണതയെക്കുറിച്ച് ബാബ എപ്പോഴും എന്താ പറയണേ? മായാജീത്, പ്രകൃതി ജീത്. സ്വന്തം കർമ്മേന്ദ്രിയങ്ങളെ ജയിക്കും, വികാരങ്ങളുടെ മേൽ നിയന്ത്രണം കൊണ്ട്. ബാബ ഇടയിൽ നിന്ന് ഓർമ്മിപ്പിക്കാൻ, ഞാൻ നിങ്ങളെ രാജയോഗമാണ് പഠിപ്പിക്കണം, പ്രജായോഗമല്ല പഠിപ്പിക്കണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മായയുടെ മുന്നിൽ തോറ്റിട്ട് നിങ്ങൾ ബാബയോട് പറയാൻ പാടില്ല, ബാബ തോറ്റുപോയി, മായ വന്നു, പരാജയപ്പെട്ടു. രാജയോഗി കുട്ടികളാണ്. ഓരോ കുട്ടിയെയും രാജകുട്ടിയാക്കി മാറ്റാനാണ് ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബ സുന്ദര മഹാവാക്യങ്ങൾ കൊണ്ട് നമ്മളെ കണ്ണു തുറപ്പിക്കുകയാണ്. ബാബ ഫുൾ ഡേ എൻ്റെ രാജ്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ രാജാ കസേരയിൽ തന്നെയാണോ ഇരിക്കുന്നത്? നിയന്ത്രണമുള്ള രാജാവാണ്. രാജാവിന് പവറില്ലെങ്കിൽ ബാബ പറയണേ, ജോലിക്കാരും നിങ്ങളെ മാനിക്കില്ല. ബാബ പറയാ, ഒരു സംബന്ധ സമ്പർക്കവും ശരിയാവില്ല. എല്ലാ റിലേഷൻഷിപ്പിലും വിള്ളലുകളായിരിക്കുന്നു പറയാം ബാബ. 25:2:91. सोच और कर्म में समानता लाना ही परमात्म प्यार निभाना है. സങ്കല്പത്തിലും കർമ്മത്തിലും സമാനത കൊണ്ടുവരിക തന്നെയാണ് പരമാത്മസ്നേഹം നിറവേറ്റുക. സങ്കല്പത്തിലും കർമ്മത്തിലും സമാനത കൊണ്ടുവരിക തന്നെയാണ് പരമാത്മസ്നേഹം നിറവേറ്റുക. പരമാത്മസ്നേഹം നിറവേറ്റുക. വിചാരിക്കുന്നതും ചെയ്യുന്നതും തമ്മിൽ സമാനത വേണം. आज बाप दादा अपने सर्व स्वराज्याधिकारी बच्चों को देखकर हर्षित हो रहे हैं. ഇന്ന് ബാപ് ദാദ തൻ്റെ സർവ സ്വരാജ്യാധികാരികളായ മക്കളെ കണ്ട് ഹർഷിതനാകുകയാണ്. क्योंकि स्वराज्याधिकारी वही अनेक जन्म विश्व राज्य अधिकारी बनते हैं. ബാബ പറയുന്നേ, സ്വരാജ്യാധികാരികൾക്ക് അനേക ജന്മം വിശ്വരാജ്യാധികാരികളായിരിക്കാൻ പറ്റും. വിശ്വരാജ്യാധികാരി അർത്ഥം റോയൽ ഫാമിലിയിൽ ജന്മം കിട്ടും. രാജ ഫാമിലികളിൽ, രാജകുടുംബത്തിൽ ജന്മം ഉണ്ടാകണമെങ്കിൽ സംഗമയുഗത്തിൽ ബാബ പറഞ്ഞ ബ്രാഹ്മണനായതിനു ശേഷം BK ജീവിതത്തിൽ സ്വരാജ്യാധികാരിയായിരിക്കണം. ആജ് ഡബിൾ ബാബ മുന്നിൽ ദേശവിദേശത്തിലെ കുട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ബാബ പറയാണ്, ഞാൻ നിങ്ങളോട് സ്വരാജ്യത്തിലെ ന്യൂസ് ചോദിക്കുകയാണ്, വാർത്തകൾ.
നിങ്ങളുടെ രാജ്യകാര്യങ്ങൾ എങ്ങനെയാ നടക്കുക? നാട്ടിലെ കാര്യമല്ല ഞാൻ നിങ്ങളോട് ചോദിക്കണേ, പറയാ ബാബ. നിങ്ങളുടെ സ്വന്തം രാജ്യത്തിലെ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം ആൾക്കാർക്ക് കൂടുതൽ വെമ്പല് നമുക്ക് എല്ലാവർക്കും അറിയണ്ടേ നാട്ടിലെന്താ നടക്കണേ, വീട്ടിലെന്താ നടക്കണേ, അവിടെ എന്താ നടക്കണേ, ഇവിടെ എന്താ നടക്കണേ. ബാബ പറയണേ, ഞാൻ നിങ്ങളോട് നിങ്ങളുടെ സ്വന്തം രാജ്യത്തെ കാര്യം ചോദിക്കുകയാണ്. हर एक राज्य अधिकारी का राज्य अच्छी तरह से चल रहा है. ബാബ ചോദിക്കണ ഓരോ രാജ്യാധികാരികളുടെ രാജ്യം, ഓരോ ആത്മാവിനും അവരവരുടെ രാജ്യം എന്ന് പറഞ്ഞാൽ അല്ല, അവരവരുടെ കർമ്മേന്ദ്രിയങ്ങൾ. ബാബ പറയണേ, ഈ ശരീരം, ഈ രാജ്യകാര്യം നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോണുണ്ടോ? आपके राज्य चलाने वाले साथी, सहयोगी साथी सदा समय पर യഥാർത്ഥ രീതി से താങ്കളുടെ രാജ്യത്തില് ബാബ ചോദിക്കണ താങ്കളുടെ കൂട്ടുകാര്, സഹയോഗികള് സദാ യഥാർത്ഥ രീതിയിൽ താങ്കൾക്ക് സഹയോഗം തന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ആരാ സഹയോഗികള്? കൂട്ടുകാര് അല്ലെ. ആദ്യത്തെ കൂട്ടുകാരാരാണ്? ആത്മാവിന് കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ അല്ലെ മനസ്സ്, ബുദ്ധി, സംസ്കാരം. 3 സൂക്ഷ്മ കൂട്ടുകാരാണല്ലോ. സങ്കല്പശക്തിയും നിർണയശക്തിയും പിന്നെ നമ്മുടെ തന്നെ സംസ്കാരത്തിന്റെ സപ്പോർട്ട് നമുക്ക് എത്രത്തോളം ഈ രാജ്യഭരണ കാര്യത്തിൽ അനുകൂലമാണ്. ശക്തികളും ഗുണങ്ങളും എല്ലാം എത്രത്തോളം സമയത്ത് നമുക്ക് കാര്യങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ബാബ ചോദിക്കണേ ഈ ബീച്ച് ബീച്ച് മേ കഭി ധോക്കാ ഭി ദേ ദേത്താ ഹൈ. അതോ ബാബ ചോദിക്കുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ചതിക്കുന്നുണ്ടോ? ജിത്നെ ഭി സഹയോഗി കർമ്മചാരി കർമ്മേന്ദ്രിയ ഹേ. എത്രത്തോളം ബാബ പറയണേ നിങ്ങളുടെ ജോലിക്കാര്, കർമ്മേന്ദ്രിയങ്ങളാകുന്ന ജോലിക്കാര്, അത് സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളാകട്ടെ സൂക്ഷ്മേന്ദ്രിയങ്ങളാകട്ടെ, ശരീരത്തിലെ ആകട്ടെ ആത്മാവിന്റെ 3 സൂക്ഷ്മേന്ദ്രിയങ്ങളാകട്ടെ, ബാബ ചോദിക്കണേ ഇവയെല്ലാം താങ്കളുടെ ഓർഡർ അനുസരിച്ചാണോ പോണേ? താങ്കളുടെ ആജ്ഞ, ആത്മാവിന്റെ ആജ്ഞ മനസ്സും ബുദ്ധിയും സംസ്കാരവും അനുസരിക്കുന്നുണ്ടോ? ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായിട്ട് അല്ലെ അനുസരിക്കുന്നുണ്ടോ? ജിസ്കോ ജിസ് സമയ ജോ ഓർഡർ കറോ ഉസി സമയ ഉസ് വിധി സെ ആപ്കോ. നിങ്ങൾ ഏത് ജോലിക്കാർക്ക് എന്താജ്ഞ കൊടുക്കുന്നുവോ ആ സമയത്ത് നിങ്ങൾക്ക് അവരിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണില്ലല്ലോ ചോദിക്കാൻ ബാബ. കണ്ണ് കാണേണ്ടത് തന്നെയാണോ കാണുന്നത്? അല്ലേ? അങ്ങനെ ഓരോന്നും സൂക്ഷ്മവും സ്ഥൂലവുമായ ഇന്ദ്രിയങ്ങൾ. റോസ് അപ്പനി രാജ്യ ദർബാർ ലഗാത്തേ ഹോ. ഡെയിലി ബാബ പറയണേ നിങ്ങളുടെ രാജദർബാർ കൂടാറുണ്ട്. രാജദർബാർ അർത്ഥം അല്ലേ സാക്ഷിയായിട്ട് സ്വന്തം രാജ്യ അല്ലേ കാര്യത്തിൽ ഇടപെടുന്ന ഇന്ദ്രിയങ്ങളുടെ സഭ വിളിച്ചു കൂട്ടാറുണ്ട്. ബ്രഹ്മബാബ ചെയ്യുമായിരുന്നു, മമ്മ തൻ്റെ ചെക്കിങ് ചെയ്യുമായിരുന്നു. ഇന്നെൻ്റെ ഏതെങ്കിലും കർമ്മേന്ദ്രിയം ചതിച്ചോ? മനസ്സോ ബുദ്ധിയോ സംസ്കാരമോ കണ്ണോ കാതോ നാവോ? അതിനെയാണ് എന്ത് പറയണ ബാബ? രാജദർബാർ കൂടാ, സഭ കൂടാ, സഭ വിളിച്ചു കൂട്ടാ, കോടതി കൂടാറുണ്ടോ? പിന്നെ ബാബ എന്താ പറഞ്ഞിരുന്ന? കച്ചേരി, കോടതി കൂടാ. എന്നിട്ട് സ്വയം വിലയിരുത്തുക, സ്വന്തം മിസ്റ്റേക്കുകൾ സ്വയം തിരിച്ചറിയുക, സ്വയത്തിന് ശിക്ഷ കൊടുക്കണം എന്നാ പറയണം ബാബ. രാജ്യ കാരോബാരി സഭയെ ബാബ പറയണേ നിങ്ങൾ ഡെയിലി സഭ കോടതി കൂടാറുണ്ടോ? എന്നിട്ട് ചെക്ക് ചെയ്യാറുണ്ടോ? 100% എൻ്റെ ജോലിക്കാര്, എൻ്റെ രാജ്യത്തിലെ എൻ്റെ കർമ്മേന്ദ്രിയങ്ങളാകുന്ന പ്രജകൾ 100% എനിക്ക് ആജ്ഞാകാരിയാണോ? എൻ്റെ ആജ്ഞ മാനിക്കുന്നുണ്ടോ? വിശ്വസ്തരാണ്? എനിക്ക് എൻ്റെ കണ്ണിനെയും കാതിനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അതോ എൻ്റെ തന്നെ നിയന്ത്രണം വിട്ട് പോകുന്നുണ്ടോ? എവർ റെഡിയാണ്? ആജ്ഞാകാരിയാണോ? വിശ്വസ്തരാണോ? സദാ തയ്യാറാണോ? ക്യാ ഹാൽചാലേ? ബാബ പറയണ സ്വയം ചോദിച്ചു നോക്കൂ, എൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? അച്ഛാ ഹേ
നല്ല അവസ്ഥയിലാണോ? ബഹുത് അച്ഛാ ഹെ, വളരെ നല്ല സ്ഥിതിയിലാണോ? ബഹുത് 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 അച്ഛാ ഹെ. ബാബ പറയുന്ന സഭ കൂടുമ്പോൾ എന്താ ഉത്തരം കിട്ടണമെന്ന് ചോദിക്കുക ബാബ. വളരെ 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 നല്ല അവസ്ഥയിലാണ് എൻ്റെ രാജ്യകാര്യങ്ങൾ നടക്കുന്നത്. ഇത് ഈ മൂന്നിലേത് മാർക്ക് വരുമെന്ന് ചോദിക്കുകയാണ് ബാബ. നല്ലത്, വളരെ നല്ലത്, വളരെ 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 നല്ല അവസ്ഥയിലാണ് എൻ്റെ രാജ്യഭരണ കാര്യം നടന്നു പോകുന്നത്. രാജ്യസഭ നല്ല രീതിയിൽ, ബാബ പറയുന്നേ, രാജ്യകാര്യങ്ങൾ നല്ല രീതിയിൽ സദാ സഫലതാപൂർവം നടക്കുന്നുണ്ടോ? കഭി കഭി കൊയ് സഹയോഗി കർമ്മചാരി, അതോ താങ്കളുടെ സഹയോഗികളായ ജോലിക്കാര് ഏതെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും തരത്തിൽ താങ്കളെ ഇളക്കുന്നുണ്ടോ? അവന് നിങ്ങളുടെ ജോലിക്കാര് തന്നെ നിങ്ങളെ ഇളക്കാറുണ്ടോ, കുലുക്കുന്നുണ്ടോ? ചിലപ്പം തോന്നില്ല, അയ്യോ മനസ്സിൽ വേണ്ടാത്ത ചിന്ത വരുന്നു, സംസ്കാരത്തിന്റെ തള്ളലിൽപ്പെട്ട് പല വേണ്ടാത്തത് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ ബാബ പറയണ ഇങ്ങനെ, നിങ്ങളുടെ തന്നെ ജോലിക്കാര് നിങ്ങളെ ഇളക്കുന്നുണ്ടോ? ഇസ് പുരാനി ദുനിയക്ക മുരളി എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. ഇന്ന് സൺഡേ ആണ്, എല്ലാവർക്കും ഇഷ്ടം പോലെ സമയമുണ്ട്. രാവിലെ തൊട്ട് ഉച്ചവരെ എന്തെങ്കിലും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചെയ്തിട്ട് ഇന്ന് ബാബ എന്തെല്ലാം ചോദ്യം നമ്മളോട് രാജദർബാർ കൂടി ചോദിക്കാൻ പറഞ്ഞു. വൈകുന്നേരം ചായയെല്ലാം കഴിഞ്ഞിട്ട് ഒരു 4-4:30 ശേഷം 7:30 വരെയുള്ള സമയം കഴിയുന്നതും 2 മണിക്കൂറെങ്കിലും മിനിമം ഭട്ടി ചെയ്യുക, സെൽഫ് ഭട്ടി. ആ ഭട്ടിക്കുള്ളിൽ മുരളി എടുത്ത് വെച്ചിട്ട് ദേണം മിനിമം ഒരു 5:30 തൊട്ട് 7:30. എന്തായാലും സന്ധ്യാസമയം യോഗത്തിൻ്റെ സമയമാണ്. ബാക്കി എല്ലാ ജോലികളും തീർത്തിട്ട് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ബാബയുടെയും മുരളി എടുത്ത് വെച്ചിട്ട് ഓരോ ചോദ്യത്തിനും നമ്മളോട് ചോദിച്ചിട്ട് നമ്മുടെ അവസ്ഥ ഡീപ്പായിട്ട് ഫീൽ ചെയ്യുക. എഴുതൽ മാത്രമല്ല, നമ്മൾ ഫീൽ ചെയ്യണം. ആ ഫീലിങ്ങിൽ തന്നെ നമ്മളെ തിരുത്തണം. സൈലൻസിലിരുന്ന് ബാബയിൽ നിന്ന് ശക്തി ആർജിക്കണം. ഓരോ പോയിന്റും എടുത്ത് വെച്ച് മുരളി പഠിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ വർഷം സൈലൻസ് ഭട്ടിയിലിരുന്നപ്പോൾ മുരളി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ബാബ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ മുരളി എടുത്ത് വെച്ച് ഓരോ സെൻറ്റൻസ്, ഓരോ വാക്ക് പഠിച്ച് നമ്മൾ നമ്മുടെ ഉള്ളിൽ സൈലൻസിലേക്ക് പോയി ശക്തി ശേഖരിച്ച് എവിടെയാണോ നമുക്ക് ചെറിയ കറക്ഷനെങ്കിലും കൊണ്ടുവരാനുള്ളത് അത് കൊണ്ടുവരും. ഈവനിങ് സമയം അങ്ങനെ സഫലാക്കുക. ബാക്കി ജോലികളെല്ലാം നേരത്തെ തീർത്ത് ഉച്ചയ്ക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം നല്ല ഭട്ടി ചെയ്യും എല്ലാവരും ഇന്നത്തെ മുരളി വെച്ച്. इस पुरानी दुनिया की राज्यसभा का हलचल तो अच्छी तरह से जानते हो. ബാബ തന്നിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു മുരളി വെച്ച് തന്നെ നമ്മളെ കറക്റ്റ് ചെയ്താൽ നമുക്ക് വേഗം നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരാൻ പറ്റും. അറിയൂല്ലല്ലോ നമ്മുടെ കയ്യിൽ. നമുക്കെല്ലാവർക്കും സംഗമയുഗത്തിൽ ഇനി അല്ലേ എത്ര സെക്കൻഡുകൾ ഇതുപോലൊരു പ്രാപ്തി ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ബാബ പറയണേ, പഴയ ലോകത്തിലെ രാജ്യസഭയുടെ, ബാബ പറയണേ, രാജ്യം ഭരിക്കുന്ന രാജ്യസഭയുടെ അവസ്ഥ നോക്കിയേ കഴിഞ്ഞാൽ എന്താണെന്ന് ബാബ പറയണേ, എല്ലാ രാജ്യഭരണകാര്യം സ്റ്റേറ്റിലാണെങ്കിലും സെൻട്രലാണെങ്കിലും മുഴുവൻ ലോകത്തിലാണെങ്കിലും ഓരോ രാജ്യത്തിൻ്റെയും രാജഭരണ വ്യവസ്ഥ എങ്ങനെയാ നടക്കണമെന്ന് ബാബ പറയണേ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇന്നത്തെ ലോകത്തിൽ ബാബ പറയണില്ലേ അതിനെക്കുറിച്ച്. ന ലോ ഹേ ന ഓർഡർ ഹേ. നോക്കുകയാണെങ്കിൽ ലോയും ഇല്ല ഓർഡറും ഇല്ലാത്ത അവസ്ഥയിൽ പോക്കുകയാണ്. ലേക്കിൻ ആപ്കി രാജ്യ ദർബാർ, പക്ഷേ ഭഗവാൻ എന്താ പറയണേ, പക്ഷെ നിങ്ങളുടെ സ്വരാജ്യത്തിൽ ബാബ പറയണേ ലോഫുൾ ആയിരിക്കണം, നിങ്ങൾ നിയമബദ്ധ ജീവിതം ജീവിക്കണം. ലോഫുൾ ലൈഫ് ആയിരിക്കണം എന്ന് പറയാം ബാബ. ഡിസിപ്ലിനറി ലൈഫ് ആയിരിക്കണം സ്വന്തം രാജ്യത്തിൽ. ഓർ സദാ ഹാഞ്ചി ജി ഹാസിർ. ഓരോ ബാബ പറയുന്ന കർമ്മേന്ദ്രിയങ്ങളും ആത്മാരാജാവിനോട് ഹാഞ്ചി ജി എസ് എന്ന യജമാനനോട് പറഞ്ഞുകൊണ്ട് ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യമായിരിക്കണം സ്വന്തം രാജ്യം എന്ന് പറയാ ബാബ. എത്രത്തോളം രാജ്യാധികാരി ആത്മാരാജ
ശക്തിശാലിയാണോ അത്രത്തോളം ബാബ പറയണേ ഉത്തന രാജ്യ സഹയോഗി കർമ്മചാരി ഭി, ഈ രാജ്യത്തിലെ ബാബ പറഞ്ഞ കർമ്മേന്ദ്രിയങ്ങളാകുന്ന താങ്കളുടെ സഹയോഗി ജോലിക്കാര് സ്വതവേ ആത്മാവാകുന്ന രാജാവിന്റെ സൂചനയ്ക്കനുസരിച്ച് നടക്കാൻ തുടങ്ങും. സൂചന പിന്നെ വേണ്ടു പറയാ ബാബ. അധികാരി പവർഫുള്ളായ ജോലിക്കാരോട് അധികം വർത്തമാനം പോലും ആവശ്യമില്ല. സൂചനയിലൂടെ എന്ത് ചെയ്തോളും, ജോലിക്കാര് ഓർഡറിൽ പോക്കും. രാജ്യാധികാരിനെ ഓർഡർ ദിയ കിയെ നഹി സുന്ന. ഉദാഹരണം പറയണ ബാബ, രാജ്യാധികാരി ആത്മാവ് ഇന്ദ്രിയത്തിന് ആജ്ഞ കൊടുത്തു, ഇത് കേൾക്കരുത്. ഏതെങ്കിലും ഒരു വേണ്ടാത്തതാണെങ്കിൽ അതിൻ്റെ നേരെ ആജ്ഞ കിട്ടുകയാണ്, ഇത് കേൾക്കണ്ട, ഒരേ നഹീം കർണ, ഇത് ചെയ്യരുത്, ഇത് പറയരുത്. സെക്കൻഡിൽ പറയരുത് അല്ലെ ചെയ്യരുത് എന്ന് ആത്മാവാകുന്ന ഉള്ളില് അന്തരാത്മാവ് ഡിസിഷൻ എടുത്തു, ചെയ്യരുത്, ഇത് പറയരുത്, ഇത് ഞാൻ പറയാൻ പാടില്ലാത്തതാ. ഒരു ബാബയുടെ കുട്ടി ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന് ആത്മാരാജ്യാവ് ഓർഡർ ഇട്ട ഉടനെ എന്ത് ചെയ്യണം, ഇന്ദ്രിയം അത് ആജ്ഞയെ സൂചന കൊണ്ട് പാലിക്കണം. അപ്പൊ എന്താ പറയാ, രാജ്യ അധികാരി എസ്നഹിങ്കി, അല്ലാതെ ഇങ്ങനെയാകരുത്. രാജാവ് ആജ്ഞാപിച്ചു, നഹീം ദേഖോ, അങ്ങോട്ട് നോക്കരുത്, അത് കാണാൻ പാടില്ലാത്തതാണ്, അതിലേക്ക് കണ്ണ് പോകരുത് എന്ന് രാജാവ് പറഞ്ഞിട്ട് ഓർവോ ദേക്കർക്കെ പിന്നെ വീണ്ടും അങ്ങോട്ട് നോക്കി, പിന്നെയും പോയി കണ്ണതിൻ്റെ പിന്നാലെ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫീൽ ചെയ്യുക, അയ്യോ ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ളത് കാണരുത്, പക്ഷെ എന്നിട്ട് ഞാൻ കണ്ടു. പിന്നെ ബാബ പറയണേ മാഫി മാങ്കി, പിന്നെ ബാബ സോറി, ബാബയുടെ ശ്രീമത്തിന് വിരുദ്ധമായത് ഞാൻ കണ്ടു. ബാബവന് പിന്നെ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം, മേരി ഗൽത്തി ഹോഗി, ചെയ്തതിന് ശേഷം പിന്നെ പറയാണ്, ബാബ എനിക്ക് മാപ്പ് തരണേ, ഞാൻ തെറ്റ് ചെയ്തു. കർണേക്ക് ബാദ്, അപ്പൊ എന്തായി, ചെയ്തതിന് ശേഷമാണ് ചിന്തിക്കുന്നത്. അപ്പോ ബാബ പറയണ തലകീഴായില്ലേ, ചെയ്തിട്ടല്ല ചിന്തിക്കേണ്ടത്, ചിന്തിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. ബാബ പറയണ അവരെ വിവേകശാലി എന്ന് പറയൂ, ചെയ്തതിന് ശേഷം ചിന്തിക്കുന്നവരെ വിവേകശാലി എന്ന് വിളിക്കൂ. മൻകോ ഓർഡർ ദിയ, മനസ്സിന് ആത്മാരാജാവ് ഓർഡർ കൊടുത്തു. അടുത്ത ഉദാഹരണം പറയാ ബാബ, വ്യർത്ഥം ചിന്തിക്കരുത്, വ്യർത്ഥത്തിന് സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടൂ. 2 സെക്കൻഡ് 2 സെക്കൻഡ് ബി ആത്മാരാജാവ് ഓർഡർ കൊടുത്തു, ഇത് വ്യർത്ഥാണ്, ഈ വഴിക്ക് പോകാൻ പാടില്ല. ബാബ ആജ്ഞ തന്നിട്ടുണ്ട്, വ്യർത്ഥം വന്നാൽ സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടണം. 1 സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് പകരം 2 സെക്കൻഡെങ്കിലും താങ്കൾ മുന്നോട്ട് പോയാൽ, ബാബ പറയണേ യുക്തിയുക്ത രാജാവ് എന്ന് പറയൂ. രാജ്യ ദർബാർ ബാബ പറയണേ യുക്തിയുക്തം കൊണ്ടുപോകണം, യുക്തികൾ കണ്ടുപിടിക്കണം എന്ന് പറയാ ബാബ രക്ഷപ്പെടാൻ. ऐसे രാജ്യാധികാരി ബനേ ഹോ, യുക്തിയുക്തം രാജ്യം കൊണ്ടുപോകുന്ന രാജ്യാധികാരിയാണോ താങ്കള്? ദിവസവും തൻ്റെ രാജദർബാർ വിളിച്ചു കൂട്ടണം. ഡെയിലി രാജ്യകാര്യങ്ങളുടെ ബാബ പറഞ്ഞ ഒരു സഭ വിളിച്ചു കൂട്ടണം. പറഞ്ഞാൽ എന്താ അർത്ഥം? ബാബ പറയില്ലേ, ഡെയിലി ചെക്ക് ചെയ്യണം, ചെക്ക് ആൻഡ് ചേഞ്ച്. ഡെയിലി അപ്പം ഡെയിലി സഭ കൂടാറുണ്ടോ? ഡെയിലി യജ്ജബ് യാദ് ആത്താ ഹെ, അതോ എപ്പോഴെങ്കിലും ഓർമ്മ വരുമ്പോഴാണോ അവ പറയണേ ചെയ്യുന്നത്? റോസ് ദിൻ സമാപത്ത് ഹോത്തേ, അവ പറയണേ ദിവസവും ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഡെയിലി ഡേ പൂർത്തിയാക്കുമ്പോൾ അതിനല്ലേ ബാബ വിധി എന്താ തന്നിരിക്കണേ? രാത്രി ഉറങ്ങണതിന് മുമ്പ് അല്ലേ കുറച്ച് സമയം, ലാസ്റ്റ് അരമണിക്കൂർ അല്ലേ ബാബ നൽകിയ ശ്രീമതപ്രകാരം ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് ഉറങ്ങണതിന് മുമ്പുള്ള ലാസ്റ്റ് ഹാഫ് ആൻ അവർ, അതിൽ 15 മിനിറ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുക? ചെക്ക് ചേഞ്ച് അല്ലേ, ബാബയ്ക്ക് ലെറ്റർ, ബാബയ്ക്കുള്ള ചാർട്ട്, ഇതിനെല്ലാം 15 മിനിറ്റ്സ് മിനിമം യൂസ് ചെയ്യാം.
ദിവസം അവസാനിക്കുമ്പോൾ താങ്കൾ താങ്കളുടെ സഹയോഗികളായ ജോലിക്കാരോട്, കർമ്മേന്ദ്രിയങ്ങളാകുന്ന ജോലിക്കാരെ ചെക്ക് ചെയ്യും. ഡെയിലി ചെക്ക്. अगर कोई भी कर्मेंद्रियों से व कर्मचारी से, ബ്രഹ്മ ബാബയുടെ ലൈഫ് ഹിസ്റ്ററിയിൽ നമ്മൾ കേട്ടിട്ടില്ലേ, ബാബയുടെ ഡയറികളിൽ ദാദിമാര് പറയുണ്ടായിരുന്നു 1931 മുതലേ ബാബ ഈ ചെക്കിങ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ബാബയ്ക്ക് ജ്ഞാനം കിട്ടിയിട്ടില്ല, ജ്ഞാനം 36-ലാണ് കിട്ടിയത്. പക്ഷെ ബാബയുടെ ഭക്തിയുടെ ലാസ്റ്റ് സമയത്ത് 1930-കൾക്ക് ശേഷം നോക്കിയാൽ ശിവ് ബാബ ബ്രഹ്മ ബാബയെ തയ്യാറാക്കുന്ന ചിത്രം കാണാം ബാബയുടെ ഡയറികൾക്കുള്ളിൽ. അന്നേ ബാബയ്ക്ക് ഈ ശീലമുണ്ട്. ബാബ ആത്മരാജാവ് ഇരുന്നുകൊണ്ട് ഓരോ ഇന്ദ്രിയത്തെയും ചെക്ക് ചെയ്യുമായിരുന്നു. കണ്ണെ, നീ ഇന്ന് എന്നെ ചതിച്ചു, നാവേ നീ എന്നെ ഇന്ന് ചതിച്ചു. ബാബ ഓരോ ഇന്ദ്രിയങ്ങളെയും കറക്റ്റ് ചെയ്യുമായിരുന്നു. നമ്മൾ ബാബയുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ലേ, ബാബയുടെ രണ്ടാനമ്മയുടെ അടുത്ത് രണ്ടാനമ്മാന്ന് ഒരു ദിവസം വായിൽ നിന്നൊരു വാക്ക് വീണു. പിന്നെ ബാബയ്ക്ക് ഫീൽ ചെയ്തു, ഞാൻ രണ്ടാനമ്മാന്ന് വിളിച്ചത് ശരിയായില്ല, ആ വാക്ക് അവർക്ക് ദുഃഖം കൊടുത്തിട്ടുണ്ടാവും, അമ്മ എന്നായിരുന്നു ഞാൻ വിളിക്കേണ്ടിയിരുന്നത്. അപ്പൊ ബാബയ്ക്ക് വായിൽ നിന്ന് ആ വാക്ക് വീണതിന് ശേഷം അറ്റൻഷൻ വന്നു. ആ വാക്കുകൊണ്ട് അമ്മയ്ക്ക് ദുഃഖം ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് ബാബ സ്വയം ശിക്ഷിച്ചു. അന്നൊരു ദിവസം മുഴുവൻ ആഹാരം കഴിക്കാതിരുന്നു. പിറ്റേ ദിവസം ബാബ അന്നേരം പോയി രാവിലെ അവരോട് മാപ്പ് ചോദിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ബാബ വെള്ളം പോലും കുടിച്ചു. അങ്ങനെ ബാബയെ സ്വയം ശിക്ഷിക്കുമായിരുന്നു. അപ്പൊ ബാബ അതാണ് പറയണേ. ഇപ്രകാരം ബാബ പറയണേ, ഡെയിലി നോക്കിയാൽ നമുക്കും ചെറുതും വലുതുമായ എത്ര വീഴ്ചകളാണ് പറ്റണം. നമ്മൾ പറയും നമ്മളെല്ലാം ബാബയുടെ മക്കളാ, പക്ഷേ ഫുൾ ഡേ നമ്മൾ നോക്കൂ, ഈ 5 ഭൂതങ്ങളുടെ ഏതെങ്കിലും പിടിയിൽ അല്പം. ഇന്നലത്തെ മുരളിയിൽ ബാബ എന്താ പറഞ്ഞേ? ക്രോധം വന്നു, അർത്ഥം ക്രോധത്തിന്റെ അംശമെങ്കിലും വന്നു, അർത്ഥം ബാബ എന്താ പറഞ്ഞത്? നിങ്ങൾ ബ്രാഹ്മണനെ അല്ല, BKA അല്ല, ഇന്ന് വരെ ബാബ പറഞ്ഞു അല്ലേ? എന്തൊക്കെ പറഞ്ഞു ബാബ? ശൂദ്രനാ നിങ്ങൾ, മ്ലേച്ഛനാ നിങ്ങൾ, എൻ്റെ കുട്ടിയല്ല നിങ്ങൾ അല്ലേ? അപ്പൊ ഇപ്രകാരം ബാബ എന്തിനാ പറയണേ അല്ലേ? ബാബ മനസ്സിലാക്കി തരികയാണ്, ഈ 5 വികാരങ്ങളുടെ മേലെ നിങ്ങൾ എൻ്റെ മക്കള് വിജയം നേടേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ഉറപ്പിച്ചു തരാൻ വേണ്ടി. കാരണം ബാബയ്ക്ക് അറിയാം ഇടയ്ക്കിടയ്ക്ക് ഈ ഭൂതങ്ങൾ തന്നെയാണ് നമ്മളെ തോൽപ്പിക്കണം. അപ്പം അതുകൊണ്ട് ബാബ എന്ന് പറയണം, അമ്മയുടെ മാസം വരെയല്ലേ? എൻ്റെ ബാബയുടെ ഇന്നത്തെ മുരളി ഈ മാസത്തിലെ ലാസ്റ്റ് സൺഡേ ആണല്ലോ. ഈ മുരളിയിൽ ബാബ ഇത്രയും നമ്മളെ തയ്യാറാക്കുകയാണ് അടുത്ത മമ്മ മാസത്തേക്ക് വേണ്ടിയിട്ട്. കാരണം കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ സമ്പൂർണ്ണ വിജയം നേടിയ മഹാനാത്മാവായിരുന്നു വരെ മമ്മ. ഒരു പിഴവ് പോലും അമ്മയ്ക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പെൺകുട്ടി അല്ലേ, 15 വയസ്സുകാരി. ആരെങ്കിലും വിശ്വസിക്കുമോ ലോകത്തിൽ? അമ്മയുടെ രൂപം കണ്ടാൽ പോലും ആരും വിശ്വസിക്കില്ല. 40-45 വയസ്സിനുള്ളിൽ ശരീരം വിടുകയും ചെയ്തു. ആലോചിച്ച് നോക്കൂ, മമ്മയുടെ ചിത്രം കണ്ട ആരെങ്കിലും ചിന്തിക്കൂ ഇത്രയും ചെറിയ പ്രായക്കാരിയാണ്? ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം അമ്മയുടെ ധാരണകള് 1 വർഷം കൊണ്ടാണ് ജീവിതത്തിൽ അത്രയും പരിവർത്തനം ഉണ്ടായതെന്നാണ് പറയണത് ദാദിമാരും. അമ്മയുടെ ജീവിതത്തിൽ ബാബയുടെ അടുത്ത് വന്നു, 15 വയസ്സിൽ വന്നു, 1 വർഷത്തിനുള്ളിൽ തന്നെ അത്രയും കാഴ്ചപ്പാടില്, ദൃഷ്ടിയില്, വാക്കില്, പെരുമാറ്റത്തില്, ടോട്ടൽ ലൈഫില്, ടോട്ടൽ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ മമ്മ 1 വർഷം എടുത്തു. ആത്മീയമായ പരിപക്വതയിലേക്ക് ഉയർന്നിട്ട്. ആ മമ്മയുടെ മാസമാണ് അല്ലെ ജൂൺ 24. അപ്പം നമ്മൾ ജൂൺ മാസം കടന്നു വരികയാണ്. നമ്മൾ ബാബയുടെ മക്കളും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആ ഒരു സങ്കല്പം എടുക്കാം. അമ്മയുടെ ഈ മാസത്തോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ സ്പിരിച്വലി ആത്മീയമായി എനിക്ക് എന്ത് പ്രാപ്തി, എന്ത് നേട്ടം, ഫൈനൽ ഈ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് ഏത് സെക്കൻഡ് പോയാലും ഈ ജൂൺ മാസത്തിനുള്ളിൽ എനിക്ക് എന്നെ എൻ്റെ പൂർണ്ണതയിൽ ആത്മീയ പരിപക്വതയിൽ എത്തിക്കണം. ബാബ ആശിക്കും പോലെ എനിക്ക് ആയിത്തീരണം. ബാബ ആശിക്കുന്നത് എന്താണ്? 5 വികാരങ്ങളുടെ മേലെ സമ്പൂർണ്ണ വിജയാകണം എൻ്റെ കുട്ടികൾ. വേറെ ജാസ്തി ഒന്നും ബാബ നമ്മളോട് പറഞ്ഞിട്ടില്ല. ബാബ ഓർമ്മിപ്പിക്കുക, ദിവസം
ഡെയിലി ബാബ പറയണേ, ഒരു ദിവസം സമാപ്തമാകുമ്പോൾ താങ്കൾ താങ്കളുടെ സഹയോഗികളായ ജോലിക്കാരെ ചെക്ക് ചെയ്യണം. अगर कोई भी कर्मेंद्रियों से व कर्मचारी से बार बार गलती होती है, ഏതെങ്കിലും കർമ്മേന്ദ്രിയത്തിലൂടെ താങ്കളുടെ ജോലിക്കാരിലൂടെ ഇടയ്ക്കിടയ്ക്ക് തെറ്റുകൾ ആവർത്തിക്കുന്നുവെങ്കിൽ, തെറ്റായ കാര്യം ചെയ്ത് പോകുമ്പോൾ താങ്കൾക്ക് ഓർമ്മ വേണം, തെറ്റിന്റെ സംസ്കാരം ഉറപ്പിക്കാൻ. ആവർത്തിച്ച് ചെയ്യുന്ന കർമ്മം എന്ത് ചെയ്യും? ആത്മാവില് സംസ്കാരം ഉണ്ടാക്കും. പതിപ്പുണ്ടാവുമല്ലോ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ. അതിലും സയൻസ് എന്താ പറയണേ, ഒരു 21 ദിവസം ആവർത്തിച്ച് എന്ത് ചെയ്യുന്നു അത് നിങ്ങളുടെ സംസ്കാരമായിട്ട് മാറും. ശീലമായൊരു പതിപ്പ് ആത്മാവില് ഒരു പുതിയ ന്യൂറോൺ പാത്ത് സൃഷ്ടിക്കപ്പെടും. ആത്മാവിൽ അതൊരു സംസ്കാരം ഉണ്ടാക്കും. ബ്രെയിനിൻ്റെ ഉള്ളിൽ പോലും അതൊരു പുതിയ പാത്ത് വേ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ടാണ് ബാബ പറയണേ, തെറ്റായ കാര്യങ്ങൾ ചെയ്ത് ആവർത്തിക്കും തോറും ബാബ പറയണേ ആ സംസ്കാരം പക്കയാകും, കുറയ്ക്കും. ഒരു ചേഞ്ച് കർണമേ. പിന്നെ ബാബ പറഞ്ഞ ഒരു സംസ്കാരം രൂപപ്പെട്ട് കഴിഞ്ഞാൽ, ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ പരിവർത്തനപ്പെടുത്താൻ താങ്കൾക്ക് സമയവും കൂടുതൽ വേണ്ടി വരും, പരിശ്രമവും കൂടുതൽ വേണ്ടി. സമയം കൂടുതൽ വേണ്ടി വരും, പരിശ്രമം. ഉസി സമയം ചെക്ക് ചെയ്യുക. അതേസമയം ബാബ പറയണേ, ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് എന്ത് പറയണേ, അപ്പൊ തന്നെ ചെക്ക് ചെയ്യും. അന്നന്ന് ചെക്ക് ചെയ്ത് അന്നന്ന് താങ്കളെ പരിവർത്തനപ്പെടുത്തുകയാണെങ്കിൽ താങ്കൾക്ക് ശക്തി ഉണ്ടാവും. ആ പരിവർത്തനം സദാകാലത്തേക്ക് താങ്കളെ ശരിയാക്കുകയും ചെയ്യും. ബാബ പറഞ്ഞേ, ആവർത്തിച്ച് തെറ്റ് ചെയ്തിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഓർമ്മ വന്നിട്ട് പിന്നെ പരിവർത്തനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സമയവും കൂടുതലാണ്, പ്രയത്നവും കൂടുതലാണ്, പരിവർത്തനപ്പെടണമെന്നില്ല. അന്നൊന്ന് വിചാരിച്ചാൽ പെടുത്താൻ കഴിയും. അതിനാണ് എന്ത് പറയണ ബാബ? ഡെയിലി ചെക്ക് ചെയ്യൂ, ഡെയിലി ചേഞ്ച് ചെയ്യൂ, ഡെയിലി ചാർട്ട് എഴുതും. അപ്പം ഇന്ന് അടുത്ത സങ്കല്പം നമ്മളെല്ലാവരും എടുക്കണം. ഇന്ന് മുതൽ ഡെയിലി ചെക്ക് ചെയ്യുക, ചാർട്ട് എഴുതുക. ആരെങ്കിലും നമ്മളിടയിലെങ്കിലും മുടക്കിയിട്ടുണ്ടെങ്കിൽ ചാർട്ട് എഴുതുന്നത്, ചെക്ക് ചെയ്യുന്നത്, ചേഞ്ചിനുള്ള ഡെയിലി രാത്രി ½ ബാബയോടൊപ്പം ഇരിക്കുന്ന ശീലം. സയൻസ് പോലും പറയണ, പുതിയ റിസർച്ചുകൾ പോലും പറയണ, രാത്രി ലാസ്റ്റ് ½ ഒരു വ്യക്തി എങ്ങനെ ചെലവാക്കിയോ അതിനനുസരിച്ചിരിക്കും അവരുടെ അടുത്ത ദിവസം ഉണരുന്നത് മുതൽ. പുതിയ ലേറ്റസ്റ്റ് റിസർച്ചുകൾ പോലും അതാ പറയണം. അതുകൊണ്ടാണ് ബാബ എന്ത് പറയണേ, ലാസ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പുള്ള അരമണിക്കൂർ നിങ്ങൾ മുരളി പഠിച്ചും സ്വയത്തെ ചെക്ക് ചെയ്തും ചേഞ്ച് ചെയ്തും പിറ്റേ ദിവസത്തേക്കുള്ള ശ്രേഷ്ഠമായ സങ്കല്പങ്ങളിലൂടെ കടന്നുപോയി ബാബയോട് സംസാരിച്ച് അങ്ങനെ രാത്രി ഉറങ്ങും. ഉറക്കത്തിൽ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചാൽ പോലും നമ്മുടെ ബാബ പറയില്ലേ, അന്തിമതി സുഗതി ശ്രേഷ്ഠമായിരിക്കും. അതെല്ലാം നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ പിറ്റേ ദിവസം കണ്ണ് തുറക്കുമ്പോൾ ആ ശ്രേഷ്ഠ സ്മൃതികളിൽ നമുക്ക് പിറ്റേ ദിവസം നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ബാബ നമുക്ക് എന്ത് ദിനചര്യ തന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ ചില സയൻസ് ഉണ്ട്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാം സയൻസ് നോക്കിയിട്ടാണ് ബാബ ദിനചര്യ തന്നിരിക്കുന്നത്. അപ്പം സയൻസ് ഇപ്പോഴാണ് ഇത് കണ്ടുപിടിച്ച് പറയണം. പക്ഷെ ബാബ 36 മുതൽ ഇതാണ് നമുക്ക് ദിനചര്യ തന്നിരിക്കുന്നത്. ഉസി സമയം ചെക്ക് ചെയ്യുക. അതുകൊണ്ട് ഡെയിലി ചെക്ക് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള ശക്തി ഉണ്ടാക്കും. ബാർ ബാർ ചെക്ക് കർത്തേ രഹോ കി എ റോങ് ഹേ എ ഠീക് നഹി ഹേ. അതുകൊണ്ട് ബാബ പറയണേ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. ഓർ ഉസ്കോ ചേഞ്ച് കർണേക്ക് യുക്തി വ നോളജ് മനസ്സിലാക്കി, ഇതെൻ്റെ ശരികളാണ്, ഇതെൻ്റെ മിസ്റ്റേക്കുകളാണ്. അടുത്ത ഡയറക്ഷൻ തരികയാണ് ബാബ. തിരിച്ചറിഞ്ഞിട്ട് ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞിട്ട് സിർഫ് ബാർ ബാർ ചെക്ക് കർണേ സേ, നിങ്ങൾ ചെക്കിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ, പരിവർത്തനം കൊണ്ടുവരുന്നില്ല എങ്കിൽ പഹലെ സദാ കർമ്മേന്ദ്രിയോं को नॉलेज की शक्ति से चेंज करो. ചെക്കിങ് മാത്രം ചെയ്താൽ പോരാ പറയാ ബാബ. പിന്നെ അതൊരു സംസ്കാരം. ചെക്ക് ചെയ്യും, കണ്ടുപിടിക്കും, വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ബാബ പിന്നെ പരിവർത്തനം കൊണ്ടുവരും. കർമ്മേന്ദ്രിയങ്ങൾക്ക് ജ്ഞാനത്തിന്റെ ശക്തിയിലൂടെ ചേഞ്ച്, ജ്ഞാനബലം ഉപയോഗിച്ച് അവരവരിൽ പരിവർത്തനം. ബാബ ഇതാണ് മുരളിയിൽ
ഡയറക്ഷൻ തന്നിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പോയിന്റ് ഉപയോഗിച്ച് സ്വയത്തെ പരിവർത്തനപ്പെടുത്താനുള്ള ശക്തിയും ആർജിക്കൂ പറയാ ബാബ. പരിവർത്തനം കൊണ്ടുവരും. കേവലം ചെക്കിങ് മാത്രം ചെയ്തതുകൊണ്ടും പ്രയോജനമില്ല. അപ്പോഴെന്താവും, ഇല്ലെങ്കിൽ ഒരു നിരാശ വരും. അയ്യോ, ബാബയുടെ കുട്ടിയായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോ. ആ വിഷമത്തിൽ ഉറങ്ങിയിട്ടും കാര്യമില്ല പറയാ ബാബ. എന്ത് ചെയ്യുക? ചെക്കിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ചേഞ്ച്. അതുകൊണ്ട് ഗുൽസാർ ദാദി നമുക്ക് ഡയറക്ഷൻ എന്താ തന്നിരിക്കണേ? നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പല്ല മക്കളെ ചെക്ക് ചെയ്യണ്ടേ. എന്താ പറഞ്ഞിരിക്കണേ? എല്ലാ 1 മണിക്കൂറിലും 1 മിനിറ്റ് സൈലൻസിലിരിക്കുമ്പോൾ ആ സൈലൻസിന്റെ ശക്തിയിൽ നിങ്ങൾ കഴിഞ്ഞ 1 മണിക്കൂറിനെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് അടുത്ത 1 മണിക്കൂറിൽ മുന്നോട്ട് പോകും. അതിനാണ് എവരി 1 അവർ ബാബ എന്ത് പറയണേ? 1 മിനിറ്റ് സൈലൻസിൽ ഇരിക്കും. അല്ലെങ്കിൽ ഒരു ദിവസം ദാദി ആ ക്ലാസ്സിൽ പറഞ്ഞത് ഇതാണ്, ദാദിജി നിങ്ങൾ രാത്രി ചെക്ക് ചെയ്യുമ്പോൾ എന്താ പ്രയോജനം? ദിവസം മുഴുവൻ നിങ്ങളുടെ പോയില്ലേ, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലല്ലോ. എവരി 1 അവർ നിങ്ങൾ 1 മിനിറ്റ് സൈലൻസിൽ ഇരുന്നാൽ ആ 1 മിനിറ്റിന്റെ സൈലൻസിൽ നിങ്ങൾക്ക് ചെക്കിങ്ങും ചെയ്യാം. സൈലൻസ് നിങ്ങൾക്ക് ഇത്ര ശക്തി തരും. അടുത്ത 59 മിനിറ്റിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ കറക്ഷൻ കൊണ്ടുവരാൻ പറ്റും. കഴിഞ്ഞു പോയതിൽ എന്ത് തിരുത്തൽ കൊണ്ടുവരണോ അത് നിങ്ങൾക്ക് തിരുത്തൽ കൊണ്ടുവന്നിട്ട് അടുത്ത 59 മിനിറ്റ് യാത്ര ചെയ്യാം. വീണ്ടും അടുത്ത 1 മിനിറ്റ് സൈലൻസിൽ പോവാം. അങ്ങനെ ചെക്കിങ്ങിനും ചേഞ്ചിനും ഉപയോഗിക്കും. സിർഫ് ഏനഹി സോച്ചോ ബാബ പറയണ, അല്ലാതെ വെറുതെ നിങ്ങൾ പരിശോധന മാത്രം ചെയ്യരുത്. എനിക്ക് തെറ്റുപറ്റി, പക്ഷെ റൈറ്റ് എന്താണ്? ബാബ വിധി പറഞ്ഞുതരിക. തെറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, എന്ത് ചെയ്യണം? ഇതിനുള്ള ശരി എന്താണ്? അബദ്ധം ഇതാണ് പറ്റിയത്, പക്ഷെ ഇതിനുള്ള പരിഹാരം എന്താണ്? റൈറ്റ് എന്താ ഞാൻ ചെയ്യേണ്ടത്? ഓർ റൈറ്റ് പറ. എന്നിട്ട് എന്ത് ചെയ്യുക? ശരി ഏതാണെന്ന് കണ്ടുപിടിച്ച് ശരിയിലൂടെ സഞ്ചരിക്കാനുള്ള വിധി സ്പഷ്ടമാക്കി ആ വിധിയിലൂടെ താങ്കൾ സഞ്ചരിക്കും. അപ്പോഴെന്തായുള്ളൂ? തീർന്നുള്ളൂ. ചെക്കിങ് അവിടെ അവസാനിക്കുള്ളൂ. ശരിയിലൂടെ താങ്കൾ സഞ്ചരിക്കണം. അതിനാണ് എന്താ പറയണ ബാബ? പരിവർത്തനം. അഗർ കിസിക്കോ കഹത്തെ രഹെങ്കെ തോ കഹനെ സേ പരിവർത്തൻ നഹീ ഹോഗാ. ചെക്ക് ചെയ്യൂ എന്ന് ബാബ പറയുന്നത് കൊണ്ട് ആരും പരിവർത്തനപ്പെടില്ല. ലേക്കിൻ കഹനെ സാത്ത് സാത്ത് അതിനോടൊപ്പം എന്ത് വേണം? വിധി സ്പഷ്ടമായിരിക്കണം. ശരി എന്താണെന്ന് അറിഞ്ഞാലല്ലേ തെറ്റിനെ തിരുത്താം. തെറ്റ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പറയാ ബാബ. ഒരാൾക്കൊരു കറക്ഷൻ കൊടുക്കുമ്പോൾ പോലും ബാബന് നിങ്ങൾ ഈ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, താങ്കൾ എന്ത് ശരിയാണ് ചെയ്യേണ്ടതെന്ന് സ്പഷ്ടമാക്കി കൊടുക്കും. ജോ ആത്മാ സ്വരാജ്യ ചലാനമേ സഫൽ രേത്തി ഹെ. കാരണം നമുക്ക് ഓരോരുത്തർക്ക് ആ റോളും ഉണ്ടാവുമല്ലോ. നമ്മുടെ കൂടെയുള്ള പലർക്കും നമുക്ക് തെറ്റ് തിരുത്തൽ കൊടുക്കുന്ന റോളും ചിലപ്പോൾ ഉണ്ടാവും. ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു ഓഫീസിലെ അല്ല മേലെ ഇരിക്കുന്നവർക്ക്, താഴെ തൻ്റെ കൂടെ സഞ്ചരിക്കുന്നവർക്ക് തിരുത്തൽ കൊടുക്കേണ്ട. അപ്പൊ ബാബന് തിരുത്തൽ കൊടുക്കേണ്ട സ്ഥലത്താണെങ്കിൽ പോലും തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കരുത്. എന്തും കൂടെ ചെയ്യാം. എന്താണ് ശരി താങ്കൾ ചെയ്യേണ്ടതെന്ന് വിധിയും പറഞ്ഞു കൊടുത്താൽ ശരി മനസ്സിലാക്കി കൊടുക്കുക. സഫൽ രാജ്യാധികാരിക്ക് നിശാനി. സഫല രാജ്യാധികാരിയുടെ അടയാളം സദാ തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ സാത് സാത് ജോബി തൻ്റെ പുരുഷാർത്ഥത്തിലൂടെയും തന്നോടൊപ്പം സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കള് വോബി സദാ ഉസ് സഫല ആത്മാവിന്റെ സമ്പർക്കത്തിലൂടെ ബാബ പറയണേ അവരുമായി ഇടപഴകുന്ന ആത്മാവും സന്തുഷ്ടമായിരിക്കും. സ്വയവും തന്നോടൊപ്പം ഇടപഴകുന്ന ആത്മാവും സന്തുഷ്ടമാക്കും. और सदा दिल से उस आत्मा के प्रति शुक्रिया निकलता रहेगा. ബാബ പറയണ സഫൽ ആത്മാവ് എന്ത് ചെയ്യും? ആരാണോ തൻ്റെ കൂടെ ഇടപഴകുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ ആത്മാവിനെ പ്രതി നന്ദി വരും. കാരണം എനിക്ക് തെറ്റ് തിരുത്തി തന്നു, ശരിയും പറഞ്ഞു തന്നു, ശരിയിലൂടെ നയിക്കുന്നുണ്ട്. അപ്പൊ ബാബ പറയണേ ഓട്ടോമാറ്റിക്കലി അവരുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് വരും? കൃതജ്ഞത വരും. सर्व के दिल से सदा दिल के सास से वाह वाह के गीत बजते रहेंगे. അങ്ങനെ സർവാത്മാക്കളുടെയും ഹൃദയത്തിൽ നിന്ന് സദാ ഹൃദയത്തിൽ നിന്നുള്ള വാദ്യഘോഷം ആഹാ ആഹാ ഗീതം ബാബ പറയണേ മുഴങ്ങും. उनके कानों में सर्व द्वारा ए वाह वाह का शुक्रिया का संगीत सुनाई देगा. ബാബ പറയണേ അവരുടെ കാതില് മറ്റുള്ളവരെ തന്നെ പ്രതി
ആർക്കാണോ താൻ ശരിയായ മാർഗം കാണിച്ചു കൊടുത്ത് സ്പഷ്ട മാർഗത്തിലൂടെ നയിച്ചുകൊണ്ടിരിക്കണം, അവരോരോരുത്തരും എന്ത് ചെയ്യും? തങ്ങളെ പ്രതി ആഹാ ആഹാ എന്ന നന്ദിയുടെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. നന്ദിയുടെ ഏ ഗീത് ഓട്ടോമാറ്റിക് ഹേ, ഇത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓട്ടോമാറ്റിക് പാട്ടാണ്. इसके लिए ടേപ്പ് റെക്കോർഡർ ബജാന നഹീം പഠിത്താ ഹൈ. ബാബ പറയുന്ന ഇത് ടേപ്പ് റെക്കോർഡറിൽ കേൾക്കുന്ന പാട്ടിന്റെ കാര്യമല്ല ഞാൻ പറയണത്, ഹൃദയങ്ങളിൽ വരുന്ന പാട്ട്. इसके लिए कोई साधनों की आवश्यकता नहीं. ഈ പാട്ട് പാടാൻ ഒരു ഉപകരണത്തിന്റെ ആവശ്യം ഇല്ല, ഇത് ഹൃദയത്തിൽ നിന്ന് വരും. എൻ്റെ തെറ്റുകൾ എനിക്ക് കറക്റ്റ് ചെയ്ത് എനിക്ക് സ്പഷ്ടമാർഗം കാണിച്ചു തന്നു. അസ്പഷ്ട മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ബാബ പറയുന്ന നന്ദി ഹൃദയം കൊണ്ട് പാടിക്കൊണ്ടിരിക്കും. ബാബ പറഞ്ഞത് അനർഗളം ഹൃദയത്തിൽ നിന്ന് വരുന്ന സംഗീതമാണ്. എസ് എ സഫൽ രാജ്യാധികാരി അല്ലെ, നമുക്കറിയില്ലേ, ചിലപ്പോ അവര് ജീവിച്ചിരിക്കണമെന്നുണ്ടാവില്ലേ ചിലപ്പോ. ചിലപ്പോ നമ്മുടെ അച്ഛനോ മുത്തശ്ശനോ ഒക്കെ ആകാം, അമ്മയോ. പക്ഷെ ആ സമയത്ത് ഒരുപക്ഷെ അവര് നമുക്ക് കറക്ഷൻസ് തന്നത് ആ കറക്ഷൻ പോലും അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവര് തിരുത്തിയ മാർഗത്തിലൂടെ നമ്മൾ തിരുത്തപ്പെട്ടുവെങ്കിൽ പിന്നീട് നമുക്ക് ബോധം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയം, അവരുടെ മരണശേഷമാണെങ്കിലും എന്ത് ചെയ്യും, നമ്മുടെ ഹൃദയം അവരോട് നന്ദി. എന്നാലും എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ, എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ, എൻ്റെ അമ്മ അല്ലെ മുത്തശ്ശി എന്നെ ഇങ്ങനെ ഗൈഡ് ചെയ്തത് കൊണ്ട് ആ സമയത്ത് എന്നെ അങ്ങനെ നടത്തിച്ചിട്ടാണ് ഇന്നെനിക്ക് ഇങ്ങനെ നേട്ടമുണ്ടായത്. അവർ പോയതിന് ശേഷവും നമ്മളെപ്പോഴും നന്ദിയോടെ അതെല്ലാം സ്മരിക്കും. അതുകൊണ്ടാണ് പറയുന്ന ബാബ ശരിയായ മാർഗത്തിലൂടെ നമ്മളെ നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ബോധം നമുക്ക് എപ്പോൾ വരുന്നു ആ സമയത്ത് ഹൃദയം എന്ത് ചെയ്യും, അവരോട് നന്ദി പറയും, പാടും. അങ്ങനെയുള്ള സഫല രാജ്യാധികാരിയാണോ ചോദിക്കണം ബാബ. കാരണം നമ്മളൊരു മിസ്റ്റേക്കിലൂടെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് തെറ്റുകൾ പറ്റും, അബദ്ധങ്ങള് തെറ്റുകള് പാടില്ലാത്തത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അസ്വസ്ഥമായിരിക്കുന്നത് ആരാ? നമ്മൾ തന്നെ ആയിരിക്കും. നമ്മൾ അസ്വസ്ഥമായിരിക്കും. നമ്മുടെ അസ്വസ്ഥത കൊണ്ട് പിന്നെ നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യത്തിലും അസ്വസ്ഥത ഉണ്ടാവും. കാരണം അന്തരാത്മാവ് എപ്പോഴേ തൃപ്തിയാകുള്ളൂ. ഇന്നലെ ബാബ പറഞ്ഞല്ലേ, ഇന്നലത്തെ ബാബയുടെ വരദാനത്തിൽ തൃപ്താത്മാവാണോ താങ്കൾ? ഈ ആത്മാവ് എപ്പോഴേ തൃപ്തിയാകുള്ളൂ? ശരിക്കും ഈ ആത്മാവിന്റെ സംതൃപ്തി എപ്പോഴാണ്? റൈറ്റിയസ് ആയിട്ടുള്ള ജീവിതത്തിൽ പോകുമ്പോഴേ നമുക്ക് തൃപ്തി ഉണ്ടാവുള്ളൂ. അല്ലാത്തപ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും മൂഡ് ഓഫ്, അസ്വസ്ഥത അകത്തുണ്ടാവും. പക്ഷെ ജ്ഞാനം ശരിയായിട്ട് നമ്മളെ ബോധ്യപ്പെടാത്തോളം നമ്മൾ എന്ത് വിചാരിക്കും? ആ അസംതൃപ്തിയൊക്കെ ഇവര് കാരണം, ഇവര് ചെയ്യുന്നുണ്ട്, ഇവര് പറയണ. യഥാർത്ഥത്തിൽ അന്തരാത്മാവ് തൃപ്തിപ്പെടുന്ന എപ്പോഴാണ്? ഈ ആത്മാവ് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ശരിയായ ട്രാക്കിൽ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് തൃപ്തി ഉണ്ടാവുള്ളൂ. അതാണ് റൈറ്റ്. പക്ഷെ നമുക്ക് ബാബ എന്ന് പറഞ്ഞില്ലേ, ഈ രാജാവ് അത് റിയലൈസ് ചെയ്യണം. ഈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടാണ് എൻ്റെ രാജ്യ കാര്യങ്ങളാണ് ശരിയായിട്ട് നടക്കേണ്ടത്. അത് നടക്കാത്തത് കൊണ്ടാണ് എൻ്റെ അസംതൃപ്തി. പക്ഷെ എൻ്റെ അസംതൃപ്തി ഞാനിത് റിയലൈസ് ചെയ്യാത്തവന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കില്ലല്ലോ. നോട്ടമെല്ലാം അങ്ങടാണല്ലോ. അവരങ്ങനെ പറഞ്ഞോണ്ട്, ഇവരിങ്ങനെ പറഞ്ഞോണ്ട്, അമ്മ അങ്ങനെ പറഞ്ഞോണ്ട്, ഭാര്യ അങ്ങനെ ചെയ്തോണ്ട് നമ്മുടെ കണ്ണ് മുഴുവൻ അന്യരാജ്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ കറക്ഷനും കൊണ്ടുവരില്ല. അതുകൊണ്ട് നമ്മുടെ അസംതൃപ്തി ഇതുവരെ മാറില്ല. ഇതുവരെ ഈ സ്വരാജ്യകാര്യം ശരിയാകുന്നില്ലയോ നമ്മൾ അസന്തുഷ്ടരായിരിക്കും. അപ്പൊ ബാബ അതാണ് പറഞ്ഞു വരണേ, അത് വന്നാലേ തൃപ്തിയാകുള്ളൂ ആത്മാവ്. എങ്കിൽ അഭിക്ക് സഫൽ ബാബ പറയണ ഇപ്പോ സഫല രാജ്യാധികാരം, സ്വന്തം രാജ്യത്തില് സഫലതാപൂർവം ജീവിതം മുന്നോട്ട് പോകണം. എങ്കിലേ ഭാവിയിലും സഫലതയുടെ ഫലം വിശ്വരാജ്യാധികാരം പ്രാപ്തം. ബാബ ക്ലിയർ ആക്കുക. ആരെ റോയൽ ഫാമിലിയിൽ ജനിക്കുള്ളൂ? സത്യയുഗം മുതലേ ബാബ പറയില്ലേ, രാജകുലമുണ്ട്, പ്രജാകുലമുണ്ട്. റോയൽ ഫാമിലിയിൽ ആർക്കേ ജന്മം കിട്ടുള്ളൂ? ഈ സമയത്ത് സംഗമയുഗത്തില് സഫല ജീവിതം ജീവിച്ചിട്ട് പോണം. എന്നാലല്ലേ വളരെ കാലം ജീവിച്ച് ബാബ പറഞ്ഞില്ലേ ഇതിൽ സംസ്കാരം റെക്കോർഡാവണം. അഗർ സമ്പൂർണ്ണ സഫലത നഹീം, പൂർണ്ണ സഫലതയില്ലെങ്കിൽ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ഇടയ്ക്ക് 100% സഫലത, ഇടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പോയിക്കൊണ്ടിരിക്കണോ, ഇടയ്ക്ക് സഫലതയുണ്ട്, ഇടയ്ക്ക് സഫലതയില്ല. 100% സഫലതയില്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യാധികാരി ആത്മാവിന് വിശ്വത്തിന്റെ രാജസിംഹാസനവും
രാജകിരീടവും പ്രാപ്തമാകില്ല. റോയൽ ഫാമിലിയിലേക്ക് ബാബ പറയണേ, റോയൽ ഫാമിലിയിൽ വന്നാൽ പോലും ബാബാവിന്റെ കിരീടധാരിയും സിംഹാസനധാരിയാവില്ലേ? റോയൽ ഫാമിലിയിൽ ജനിച്ചാൽ പോലും ഒരു ഫാമിലിയിൽ എല്ലാവരും രാജാവില്ലല്ലോ. രാജകുടുംബത്തിൽ പോലും രാജസിംഹാസനവും രാജകിരീടവും ബാബുവിന് എല്ലാവർക്കും ഇല്ല. ഓരോന്നിന്റെ സൂക്ഷ്മ കണക്ഷൻ പറയണം ബാബ. ഇതെല്ലാം ആത്മാവ് നേടിയെടുക്കുന്ന പ്രാപ്തിയാണ് നമുക്കിതെല്ലാം തരുന്നത്. ഏകഹ്യ തക്തനിഷൻ ഒന്നുണ്ട് ബാബ പറഞ്ഞ, ഒരു കുടുംബത്തില് ഒരു റോയൽ ഫാമിലി, ഒരു രാജ ഫാമിലിയില് ഒരാള് രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന ആളുണ്ടാവും. പക്ഷെ ആ രാജാവിന് കുറെ ബന്ധുക്കൾ ഉണ്ടാവും. അവരെല്ലാവരും എവിടെയാണ്? രാജകുടുംബാംഗങ്ങളായിരിക്കും. പക്ഷെ ആരെല്ലാവര്? രാജകുടുംബാംഗങ്ങളാണ് അവരെല്ലാം. പക്ഷെ ബാപ്പന് അവരാരും ആരല്ല? രാജസിംഹാസനത്തിൽ ഇരിക്കാനുള്ള റൈറ്റ് അവർക്കാർക്കും ഉണ്ടാവില്ല. ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് പറയാ ബാബ? രാജസിംഹാസനം അർത്ഥം വർത്തമാന സമയത്ത് ഡബിൾ സിംഹാസനധാരിയായിരിക്കണം. ആർക്കാ രാജസിംഹാസനം? സംഗം യുഗി ബ്രാഹ്മണ ജീവിതത്തിൽ ഡബിൾ സിംഹാസനധാരിയായവർക്ക്. ഏതാ ഡബിൾ സിംഹാസനം സംഗമത്തിലെ? ഒന്ന് ഭൃഗുടി സിംഹാസനധാരി, രണ്ടാമത്തത് ബാബയുടെ ഹൃദയ സിംഹാസനധാരിയായി ജീവിക്കുന്ന കുട്ടികൾ. അവർക്കാണ് ഭാവിയിൽ രാജസിംഹാസനം കിട്ടുക. രാജസിംഹാസനം എന്ന് പറഞ്ഞാൽ അധികാര കസേരയിൽ അവരാണ് ഇരുന്ന് രാജ്യം ഭരിക്കുക. तो जो अभी सदा डबल तख्त निशन है, അതുകൊണ്ട് സദാ ഡബിൾ സിംഹാസനധാരികള്. ബാബ വീണ്ടും പറയാ, ഇടയ്ക്കിടയ്ക്ക് അല്ല, സദാ ഡബിൾ സിംഹാസനത്തിലിരിക്കുന്നവർ. ബാബ പറയണേ, അവർക്കാണ് സദാ വിശ്വത്തിന്റെ സിംഹാസനവും കിട്ടുക. അവർക്കാണ് വിശ്വസിംഹാസനത്തിലും ഇരിക്കാൻ കഴിയുന്നത്. ചെക്ക് കറു. ഇനി പരിശോധിക്കൂ. പറയാ ബാബ, മുഴുവൻ ദിവസത്തില് ഞാൻ ഡബിൾ സിംഹാസനധാരിയാണോ? സിംഹാസനധാരി അല്ലെങ്കിൽ താങ്കളുടെ സഹയോഗികളായ കർമ്മേന്ദ്രിയങ്ങൾ താങ്കളുടെ ആജ്ഞ മാനിക്കില്ല. രാജാവിന്റെ ഓർഡർ, ആജ്ഞകള് പ്രജകള് മാനിക്കണമല്ലോ. രാജ്യ പർ നഹി ഹോ, താങ്കള് സിംഹാസനത്തിലല്ല ഇരിക്കുന്നതെങ്കിൽ രാജാവ് ആജ്ഞാപിച്ചാലും പ്രജകള് മാനിക്കില്ല. രാജസിംഹാസനത്തിലിരിക്കുന്ന രാജാവിന്റെ ആജ്ഞ മാത്രമേ പ്രജ മാനിക്കുള്ളൂ. ഇന്നത്തെ കാലത്ത് സിംഹാസനം പോലും ഇല്ല രാജ്യഭരണത്തില്. ബാബ പറയുന്ന സിംഹാസനമൊക്കെ പോയി, അത് രാജഭരണത്തോടെ തന്നെ പോയി. ബാബ പറയുന്ന ഇന്നിരിക്കുന്ന രാജ്യം ഭരിക്കുന്നവരിയ്ക്കുന്നതിനെ കസേരയെന്നേ പറയുള്ളൂ. ഇത് പറയില്ല, സിംഹാസനം എന്ന് പറയില്ല. എന്താ കാരണം? ബാബ പറയുന്ന യോഗ്യതയില്ല. അതുകൊണ്ടാണ് സിംഹാസനം എന്നുള്ള വാക്ക് തന്നെ പോയത്. ഇന്ന് ചെയറെന്നേ പറയുള്ളൂ. ബാബ പറയണേ, അതിൽ പോലെ ഇന്ന് നോക്കൂ. പറയാ ബാബ, ഒരാൾ കസേരയിൽ ഇരിക്കുമ്പോൾ എല്ലാവരും മാനിക്കും. കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലോ? കസേരയിൽ നിന്ന് ഇറങ്ങിയിട്ടേൽ ഒരു ഓർഡർ കൊടുത്ത ബാബ പിന്നെ ആരും മാനിക്കില്ല. അപ്പൊ ബാബ പറയണേ, ലേക്കിൻ ആപ്തോ, ബാബ പറയാ, നിങ്ങൾ കസേരയിൽ ഇരിക്കുന്ന നേതാക്കന്മാരല്ല. ബാബ പറയണേ, നിങ്ങൾ കസേരയിൽ ഇരിക്കുന്ന നേതാക്കന്മാരല്ല. പിന്നെ ആരാണ്? സ്വരാജ്യാധികാരി രാജാവായിരിക്കും. ആരാണ് മക്കള്? സ്വരാജ്യാധികാരി രാജ. ബാബച്ചിക്കിന് മക്കൾ എല്ലാവരും രാജാക്കന്മാരല്ലേ? അതോ ആരെങ്കിലും പ്രജയുണ്ടോ? രാജയോഗികളല്ലേ? രാജയോഗി രാജാവായിരിക്കണം. എന്താ പറഞ്ഞ ബാബ? രാജയോഗികളാണെങ്കിൽ രാജാക്കുട്ടിയായിരിക്കണം. ദേഖോ കിത്തനെ പദം പദം പദം. നോക്കൂ, ബാബ പറയണേ, എത്ര കോടി 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 ഭാഗ്യവാന്മാരാണ് താങ്കൾ കുട്ടികൾ. ലോകത്തിൽ നോക്കൂ, പ്രത്യേകിച്ച് ബാബ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലെല്ലാം എത്ര ഇളക്കങ്ങളാണ്. ആടി ഒലഞ്ഞ് ബാബ പറയണേ, എത്ര കുലുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം, പരാജയം, എന്തെല്ലാം ബാബ പറയണേ മനോവിഷമങ്ങളുടെ കാര്യങ്ങളാണ്. ചിലര് തോറ്റുകൊണ്ടിരിക്കണു, ചില സ്ഥലങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കണു. ചിലരുടെ അവസ്ഥ ബാബ പറയണേ, ഇതൊക്കെ കേട്ടിട്ട്, പല സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ കേട്ടിട്ട് ചിലര് ആകെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാബ പറയണേ, ഇതാണ് പറയണ ബാബ, ഒരു ഭാഗത്ത് യുദ്ധം, ഒരു ഭാഗത്ത് പരാജയം, ഒരു ഭാഗത്ത് ഇളക്കങ്ങള്. നിങ്ങളോ? ബാബൻ ഇതാണ് നിങ്ങളുടെ ചുറ്റുമുള്ള അവസ്ഥ.
താങ്കളോ ആപ് ഹോ ബാപ് ദാദാ കെ പ്യാർ മേ. ഇതിന്റെ നടുവിൽ ജീവിക്കുന്ന താങ്കള് ബാബയുടെ സ്നേഹത്തിൽ മുഴുകി ഇപ്പോഴും ജീവിക്കുന്നു. പരമാത്മ സ്നേഹം താങ്കളെ ദൂരത്തുനിന്ന് ബാബ വീട്ടിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരും അല്ലേ? എങ്ങനെയുള്ള പരിതസ്ഥിതികളുടെ നടുവിലാണെങ്കിലും ബാബയോട് സ്നേഹമുണ്ടെങ്കിൽ, പരമാത്മ സ്നേഹം അവന് താങ്കളെ ഒരു പരിതസ്ഥിതികൾക്കും തടയാൻ പറ്റില്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഓടി എവിടെ എത്തും? ബാബയുടെ സന്മുഖത്തെത്തുന്ന പറയാ. ബാബ എത്തുന്നുണ്ടല്ലോ മക്കള്, ഏത് സാഹചര്യത്തിന്റെ നടുവിലും. സെന്ററിലെത്തുന്നു, മധുബനിലെത്തുന്നു അല്ലേ, ഭട്ടികളിലെത്തുന്നു. നമുക്കെത്ര സുവർണാവസര ബാബ തന്നിരിക്കണം. മമ്മയുടെ മാസം തന്നെ എല്ലാവരും ഭട്ടിക്ക് പോവല്ലേ, 3 ദിവസം എല്ലാവർക്കും ഭട്ടി, എല്ലാം ഭാഗ്യമാണല്ലോ നമ്മുടെ. അപ്പൊ ബാബ പറയണേ, ബാബയുടെ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ഏതാണ്? അവന് സാഹചര്യം അനുകൂലമായിട്ടല്ല നമ്മളാരും ഓടിയെത്തുന്നത്. പിന്നെയും ബാബയോടുള്ള സ്നേഹമാണ്. അല്ലെങ്കിൽ ഇപ്പൊ രാവിലെ എങ്ങനെ എത്തും? ഈ സമയത്ത് മനുഷ്യരൊക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ബാബയുടെ മക്കൾ എത്ര ഓടി ബാബ വീട്ടിലെത്തിയില്ലേ? 2 ബസ് പിടിച്ച് 3 ബസ് പിടിച്ച് നടന്ന് അല്ലേ? എങ്ങനെയായാലും ബാബയുടെ സന്മുഖത്തെത്തിയില്ലേ? ബാബ പറയണേ, നിങ്ങളെ ബാബയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന പലരും നോക്കൂ, ശരീരം കൊണ്ട് ഓരോരുത്തരുടെയും കണ്ടീഷൻ എന്താ? ഏജ്, ശാരീരിക രോഗങ്ങള്, വീട്ടുകളിൽ എന്തെല്ലാം സമസ്യകള്. എന്നിട്ടും രാവിലെ ഓടി ബാബയുടെ അടുത്ത് നോക്കും. ഇത്ര അമ്മമാർക്ക് രാവിലെ എങ്ങനെ വരാൻ പറ്റണം? ചിന്തിച്ച പറ്റുകയില്ല. എന്നിട്ട് ഇത്ര അമ്മമാർ എങ്ങനെ രാവിലെ ഇറങ്ങി വരണം? എല്ലാ കുടുംബങ്ങളിലും അല്ലേ, രാവിലെ എത്ര നേരത്തെ എഴുന്നേറ്റ് എല്ലാവർക്കും ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ച്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ച്. കാരണം എല്ലാ വീട്ടിലും എല്ലാവരും ജ്ഞാനത്തിലില്ലല്ലോ. ടോട്ടൽ ഫാമിലി ബാബയുടെ മക്കളാണെങ്കിൽ വേറെ വിഷയം. കുടുംബത്തിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ബാബ വീട്ടിൽ വന്ന് 2-3 മണിക്കൂർ ചിലവാക്കിയിട്ട് തിരിച്ചെത്തുന്നത് വരെ അവരുടെ സഹയോഗം ഉണ്ടായിട്ടല്ലേ അല്ല? അപ്പൊ ബാബ പറയണേ, ഏത് പരിതസ്ഥിതിയുടെ നടുവിലാണെങ്കിലും ബാബയുടെ സ്നേഹമാണ് നിങ്ങളെ ആകർഷിച്ച് ബാബയുടെ മടിത്തട്ടിൽ എത്തിക്കണം. അപ്പൊ ബാബ ഗ്യാരണ്ടി പറയണം, പരമാത്മ സ്നേഹത്തിന് മുന്നിൽ ഏത് സാഹചര്യത്തിനും നിങ്ങളെ തടയാൻ ആകില്ല. നോട്ട് ചെയ്തില്ലേ? പക്ഷെ ധൈര്യത്തിന്റെ ചുവടാരി വെക്കണം. നമ്മളെ കുട്ടികൾ യുക്തിയുക്തം വെക്കണം. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ സാഹചര്യങ്ങൾ ഓരോന്നാണ്. പക്ഷെ അവരവരുടെ സാഹചര്യത്തിൽ കുടുംബത്തിലുള്ളവരെ സ്നേഹത്തോടു കൂടി അല്ലെ, അവരുടെ സഹയോഗത്തോടു കൂടി നമുക്ക് ബാബയുടെ അടുത്ത് എത്താൻ പറ്റണം. അല്ലെങ്കിൽ രാവിലെ ഇരുന്ന് ഡിസ്റ്റർബ് ആവാനും പാടില്ലല്ലോ. അവര് കണ്ടില്ലേ, രാവിലെ എല്ലാ പണിയും ഇട്ടിട്ട് ഇതാ ഇറങ്ങിപ്പോയി സത്സംഗം എന്ന് പറഞ്ഞ്, മുരളി കേൾക്കാൻ പോവാന്ന് പറഞ്ഞ്, വീട്ടിൽ ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഒരു വ്യർത്ഥം ചിന്തിച്ചാലും ബുദ്ധിമുട്ടാണല്ലോ. അത് നമ്മളെ ബാധിക്കില്ലേ? അപ്പൊ ബാബ എന്താ പറയണേ അല്ലെ, കുടുംബത്തിലുള്ളവരുടെയും അല്ലെ സഹയോഗത്തോടെ സ്നേഹത്തോടെ. അപ്പൊ ബാബ അതാണ് നമ്മളെ പഠിപ്പിക്കണേ, പരമാത്മ സ്നേഹം. ബാബ പറയണേ, ബുദ്ധിവാനോങ്കി ബുദ്ധിബൻ പരിസ്ഥിതിക്കോ. ബാബ വരം തരികയാണ്. എങ്ങനെയാ നമുക്ക് അനുകൂലമാകണമെന്ന് പറയാ ബാബ. മക്കൾ ഏത് സാഹചര്യത്തിൽ വിപരീത പരിതസ്ഥിതിയിലാണെങ്കിലും നിങ്ങൾക്ക് ബാബയോടുള്ള സ്നേഹം അളവറ്റതാണെങ്കിൽ, ബുദ്ധിവാന്റെയും ബുദ്ധിവാൻ, ആരുടെ ബുദ്ധിയും ആരാണോ നമുക്ക് അനുകൂലമല്ലാതിരിക്കണേ അല്ലെങ്കിൽ ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കണേ, അവരുടെ ബുദ്ധിയെ ബുദ്ധിവാന്റെയും ബുദ്ധിവാൻ എന്ത് ചെയ്യും? അവരുടെ ബുദ്ധിയെ കൂടി ബാബ പറഞ്ഞ വിപരീത പരിതസ്ഥിതിയെ കൂടി ശ്രേഷ്ഠ സ്ഥിതിയിലേക്ക് പരിവർത്തനപ്പെടുത്തും. ഇതൊന്നും നമ്മളറിയില്ല. സൂക്ഷ്മ മെഷീനറി വർക്ക് ചെയ്യുകയാണ്, ഇങ്ങനെ വൈബ്രേഷൻ ഇങ്ങനെ വർക്ക് ചെയ്യും. ബാബ പറയണ നോക്കൂ, വിദേശി കുട്ടികളുടെ തന്നെ കാര്യങ്ങൾ പറയാ ബാബ. വിദേശത്തുനിന്ന് ബാബ വീട്ടില് മധുബനിൽ എത്തിച്ചേരാൻ ഓരോരുത്തർക്ക് എന്തൊക്കെ തടസ്സം. ആ സമയത്ത് വലിയ ഒരു പ്രശ്നമുള്ള ടൈമായിരുന്നു വിദേശങ്ങളിൽ. അപ്പൊ ബാബ ആ സമയത്ത് പോളണ്ടിൽ നിന്ന് റഷ്യയിൽ നിന്നൊക്കെ കുട്ടികൾ വരാൻ പറ്റാതെ, അവർക്ക് ടിക്കറ്റ് പോലും കിട്ടാത്ത, രാജ്യത്തിലേക്ക് യാത്ര അനുവദിക്കാത്ത ഒരു സമയമായിരുന്നു. അപ്പോൾ എന്നിട്ടും ആ സമയത്ത് ബാബ പറയണേ, കുട്ടികൾ മധുബനിൽ എങ്ങനെ എത്തിച്ചേർന്നു? ബാബ പറയണേ, നിങ്ങളുടെ മുന്നിൽ അവർക്ക് ഞാൻ പറയാൻ പറ്റാത്തൊരവസ്ഥ. ബാബ പറയണേ, ഇതിങ്ങനെ സംഭവിക്കുന്നതാണ്. കൈ സോച്ചത്തെ ഹേ, പല കുട്ടികളും ആ സമയത്ത് വിചാരിച്ചു, വിമാനം പുറപ്പെടുന്നില്ലെങ്കിൽ ലാസ്റ്റ് ഫ്ലൈറ്റ്, ഇനി ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് ഇല്ല എന്ന് അനൗൺസ് ചെയ്യപ്പെടുക, അപ്പൊ ഞങ്ങൾ എങ്ങനെ പോകും? പരമാത്മ പ്യാർ മേ വോ ശക്തി ഹേ, किसी के आंखों में ऐसा जादू कर देगी जो आपको भेजने के लिए. ബാബ പറയണേ, നിങ്ങൾ വിഷമിക്കേണ്ട, ഇനി ഫ്ലൈറ്റ് ഇല്ല എന്ന്
ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ പോലും താങ്കൾക്ക് ഇന്ത്യയിലെത്തണം, ബാബ വീട്ടിലെത്തണമെങ്കിൽ അവന് പരമാത്മ സ്നേഹത്തിൽ ഇത്രയും ശക്തിയുണ്ട്. ബാബ പറയണേ, ആരാണോ താങ്കൾക്ക് വേണ്ടി ഫ്ലൈറ്റ് പുറപ്പെടുവിക്കേണ്ടത് അവരുടെ ഉള്ളില് ബാബ പറയണേ ഇത്രയും ഇന്ദ്രജാലം നടക്കും, താങ്കളെ കയറ്റിവിടുന്ന തരത്തിലുള്ള ഏർപ്പാടുകൾ അവിടെ നടക്കും. അവർക്ക് ആ സങ്കല്പം വരും, ബാബന്റെ ഫ്ലൈറ്റ് ഉയരും, നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിക്കും. സിർഫ് പ്യാർ കർണേ വാലേ നിഹേം. ബാബ പറയണേ വെറുതെ കാര്യം കാണാൻ സ്നേഹിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയണം, നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം ബാബയെ സ്നേഹിക്കുക. ബാബ പറഞ്ഞ അതല്ല. പിന്നെയോ സദാ ബാബയോടുള്ള സ്നേഹം സദാ നിറവേറ്റുന്ന കുട്ടികൾക്ക് ഏത് വിപരീത സാഹചര്യത്തിലും ബാബ പറയുന്ന ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. നിഭാനെ വാലി ആത്മാവും സേ ബാബ കി വായ്ദ ഹെ. അവന് സദാ പ്രഭുവിനോടുള്ള സ്നേഹം നിറവേറ്റുന്ന കുട്ടികൾക്ക് ബാബയ്ക്കും നിങ്ങളോട് ബാബ പറയണ പ്രതിജ്ഞയുണ്ട്, എനിക്കും നിങ്ങളോടുള്ള വാഗ്ദാനം നിറവേറ്റേണ്ടി വരും. അന്ത് തക് ഹർ സമസ്യക്കോ പാർ കർണേമേ. അവസാന നിമിഷം വരെ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഓരോ സമസ്യയും മറികടക്കുന്നതിന് നിങ്ങൾക്ക് ബാബയോടുള്ള പ്രീതി കാരണം ബാബ പറയണേ എനിക്ക് നിങ്ങളോട് ബാബ പറയണ തിരിച്ച് വരദാനം വാഗ്ദാനം നിറവേറ്റേണ്ടി വരും. സ്നേഹി കുട്ടികൾക്ക് ഭഗവാനോട് ബാബ പറഞ്ഞ പ്രീതി പുലർത്തുന്നവർക്ക് ബാബയോടുള്ള വാഗ്ദാനം നിങ്ങൾ നിറവേറ്റുമ്പോൾ ബാബന് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം എനിക്കും നിറവേറ്റേണ്ടി വരും. കബി കബി ബാബ പറഞ്ഞ ഇതാരുടെ വിഷയമല്ല ഞാൻ പറയണേ, ഇടയ്ക്കിടയ്ക്ക് കാര്യം കാണാൻ എന്നെ സ്നേഹിക്കുന്നവരുടെ കാര്യമല്ല. ബാബ അത് അണ്ടർലൈൻ ചെയ്യിക്കുകയാണ്. സദാ എപ്പോ ബാബയുടേതായി ജന്മം എടുത്തോ അന്ന് മുതൽ ബാബ പറയണ സദാ ഈശ്വരനോടുള്ള പ്രീതി നിറവേറ്റുന്ന കുട്ടികൾ. പ്രീത് കർണ അനേകം കോ ആത്താ ഹെ. ബാബനെ കാര്യം കാണാൻ സ്നേഹിക്കാൻ ധാരാളം കുട്ടികൾക്കറിയാം, നിഭാന കൊയ് കൊയ്ക്ക്. പക്ഷേ പരമാത്മ സ്നേഹം നിറവേറ്റുക, ബാബയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ബാബ തന്നിരിക്കുന്ന ഉത്തരവാദിത്വങ്ങള്, ഡയറക്ഷൻസ് അല്ലേ, ആശകള് ബാബയുടെ ശ്രീമതം നിറവേറ്റണം. ബാബ പിന്നെ അതാണ് എന്നോടുള്ള സ്നേഹം. അല്ലാതെ എനിക്ക് ഭഗവാനോട് സ്നേഹ ബാബയോട് എനിക്ക് ഭയങ്കര സ്നേഹ. ബാബ പിന്നെ അത് എല്ലാവർക്കും സ്നേഹമാണ്, മുഴുവൻ ലോകത്തിന് ഈശ്വരനോട് സ്നേഹമുണ്ട്. ഞാൻ അതല്ല പറയണം, സ്നേഹത്തിന്റെ തെളിവാണ് ഞാൻ നൽകുന്ന ഡയറക്ഷന് പാലിക്കുക. ആ പാലിക്കുന്ന കുട്ടികളിലോട് ബാബ പറയണ എനിക്കും തിരിച്ച് കടപ്പാടുണ്ട്, അവസാനം വരെ എനിക്ക് ആ കടപ്പാട് നിറവേറ്റേണ്ടി വരും. ഇസ്ലേ ആ കൊയ്മേ ബാബ പറയണ അങ്ങനെയുള്ള കോടിയില് ചില കുട്ടികളിൽ ഒരാളാണ് താങ്കൾ. തോ ബാബ് ദാദാ സദൈവ് ഡബിൾ വിദേശി ബച്ചോं को देख खुश होते हैं. ബാബ വിദേശി കുട്ടികളെ കാണുമ്പോൾ ബാബയ്ക്ക് സന്തോഷമാണ്. കാരണം ബാബ പറയണേ ധൈര്യത്തോടെ ബാബയുടെ സഹായത്തിന് പാത്രമായി അനേക തരത്തിലുള്ള മായയുടെ കെട്ടുകള്, അനേക തരത്തിലുള്ള ആചാരം രീതികള് സമ്പ്രദായം. ബാബന് വിദേശത്തിന്റെ കൾച്ചറ് ഡിഫറെൻ്റ് അല്ലേ. ബാബ പറയണ ധൈര്യത്തോടു കൂടി അവര് മായയെ ജയിച്ച് പുറത്തു വന്നു. പലതരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങള്, രീതി, ജീവിത സമ്പ്രദായങ്ങളുടെ മതില് പൊളിച്ച് പുറത്തു വന്ന കുട്ടികളാ. ബാബ പറഞ്ഞ ചില്ലറ ധൈര്യമല്ലാതെ ഹിമ്മത്ത്. ബാബ പറയണ അവര് കാണിച്ച ധൈര്യം അല്ലേ, ഈ ഈശ്വരീയ സംസ്കാരത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ബാബന് വിദേശികൾക്ക് അത്ര എളുപ്പമല്ല. ബാബ പറയണ ധൈര്യത്തോടെ മുന്നിൽ വന്നില്ലേ കുട്ടികൾ, പുതിയവരാണെങ്കിലും പഴയവരാണെങ്കിലും. ബാബ പറയണ വളരെ പഴയതിലും പഴയ കുട്ടികളുണ്ട്, കൽപ്പം മുമ്പലത്തെ ബാബ പറയണേ പുതിയ കുട്ടികളുമുണ്ട്. രണ്ടു കൂട്ടരും ധൈര്യം കാണിക്കുന്നുണ്ട്. ധൈര്യത്തിന്റെ കാര്യത്തിൽ നമ്പർ 1 ആണ് മക്കള്. നമ്പർ വാർ ഏത് കാര്യത്തിലാണ്? ബാബ പറയണ പുരുഷാർത്ഥത്തിന്റെ കാര്യത്തിലാണ്. റൂഹ് റിഹാൻ മേ ഭി കേത്തെ ഹേ. കുട്ടികൾ ബാബയോട് സംസാരിക്കുമ്പോൾ പറയും, ബാബ ഞാൻ 108 മണിമാലയിൽ വരും, 108 വരും, 108 വിജയികളുടെ മുത്തില്. ഇതാണ് എല്ലാ മക്കളും പറയണമെന്ന് പറയാ ബാബ. വിജയികളുടെ മാലയിൽ ഞാൻ വരും. കോയി ക്വസ്റ്റ്യൻ കർത്തേക്ക് ആസക്തേ ഹേ, 108 മാലയിൽ തന്നെ വരൂ എന്ന് വീണ്ടും ചോദിച്ച ആന അവശ്യ ഹേ, തീർച്ചയായും വരണം. ബാബ പറയണേ മാലയിൽ സീറ്റ് റിസർവ്ഡ് ആണ് മക്കൾക്ക്, പക്ഷേ കോൻ ഓർ കിത്തനെ, പക്ഷെ ആര് വരും അല്ലേ, ഏത് നമ്പറിൽ വരും? ബാബ പറയണ നമ്പർ ഏതിന്റെ ആധാരത്തിലാണ്? ഹറേ കപ്പനെ അധികാർ സെ കേത്തെ ഹോ,
ഓരോ മക്കളും അവകാശത്തോടെ എന്താ പറയണേ? മേരാ ബാബ, എൻ്റെ ബാബ. तो अधिकार भी पूरा है फिर भी ബാബ പറയണേ അധികാരം നിങ്ങൾക്ക് എല്ലാവർക്കും ബാബ മേലെ ഒരേപോലെയാണ്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് നമ്പർ വാറായി? जो नंबर 1 होगा और नंबर 8 होगा. ബാബ പറയണ 1-ാം നമ്പറിൽ വരുന്ന കുട്ടി 8-ൽ വരുന്ന കുട്ടിയും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, ഉണ്ടോ? ബാബ പറഞ്ഞ എന്തുകൊണ്ട് ഇത്രയെങ്കിലും അന്തരം? 1ഉം 8ഉം തമ്മിൽ പോലെ എന്തുകൊണ്ട് അന്തരം? 16,000 ഒക്കെ വിട്ടോളൂ, 1ഉം 8ഉം തമ്മിൽ തന്നെ എന്തുകൊണ്ട് അന്തരം? 108 നോക്കൂ, ബാബന് 108 മണികളിൽ തന്നെ നോക്കൂ പറയാ ബാബ. അതിൽ 1-ാമത്തെ മണിയും 108-ാമത്തെ മണിയും തമ്മിലും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം 108 മണിമാലയിൽ 108-ാമത്തെ ഒരു സ്ഥാനം ഉണ്ടല്ലോ, അതൊരു സ്ഥാനാണ്. അപ്പൊ ബാബ പറയണേ ഈ വ്യത്യാസം എന്തുകൊണ്ട്? ഹിമ്മത് മേ സബ് പാസോ. ധൈര്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും പാസ്സായി. ഹിമ്മത് കെ റിട്ടേൺ മേ ജോ ബാപ്പ് ഓർ ബ്രാഹ്മൺ പരിവാർ ദ്വാര. ധൈര്യത്തോടെ ബാബ പറയണേ ചൂട് വെക്കുന്ന കാര്യത്തിൽ നിങ്ങളെല്ലാം സ്റ്റെപ്പ് വെച്ചു, ബാബയുടെ മടിയിലെത്തി. ബാബ പറഞ്ഞ അതിന് ബാബയുടെയും പരിവാരത്തിന്റെയും സഹായവും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉസ് മദത് കോ പ്രാപ്ത് കർ കാര്യമേ ലഗാന. ബാബയിൽ നിന്ന് ധൈര്യത്തിന്റെ ചുവടിന് ഭഗവാന്റെയും പരിവാരത്തിന്റെയും സഹായം നിങ്ങൾക്ക് എന്ത് പ്രാപ്തമായോ, ബാബ പറഞ്ഞ ഈ സഹായത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കുക. സമയത്ത് ബാബ പറയണേ സഹായത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കുക. ജിസ് സമയ ജോ മദത് ഓർ ശക്തി ചാഹിയേ ഉസി ശക്തി ദ്വാര സമയ പർ. ബാബ പറയണ ധൈര്യത്തിന്റെ ചുവടുകൾക്ക് ഭഗവാനും ഈ ദൈവിക പരിവാരത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായം, ശക്തി, ആ ശക്തിയെ സമയത്ത് തിരിച്ചറിഞ്ഞ് കാര്യങ്ങളിൽ ഉപയോഗിക്കണം. സമയത്ത് തിരിച്ചറിഞ്ഞ് കാര്യങ്ങളിൽ ഉപയോഗിക്കണം. ഇതിലാണ് വ്യത്യാസം കുട്ടികളിൽ കാണപ്പെടുന്നത്. എൻ്റെ ധൈര്യത്തിന്റെ ചുവടിന് ബാബ എനിക്ക് തരുന്ന സഹായം, ഈ ഈശ്വരീയ കുടുംബത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹയോഗം, ഇത് സമയത്ത് തിരിച്ചറിഞ്ഞ് കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയണം. പക്ഷെ ഇതിൽ കുട്ടികൾ നമ്പർ വയസ്സാണ്. എല്ലാവരും ബാബയുടെ സഹായവും ഈ ഈശ്വരീയ പരിവാരത്തിന്റെ സപ്പോർട്ടും ബാബ പറയണ എല്ലാവരും ഒരേപോലെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല പറയാ ബാബ. സർവശക്തിവാൻ ബാബ ത്വര സർവശക്തിയും കാ വർഷ. സർവശക്തിവാൻ ആയ അച്ഛൻ മക്കൾക്ക് എല്ലാവർക്കും ശക്തികളുടെ സ്വത്ത് ഒരേപോലെ തന്നു. ബാബ പറയണേ ചിലർക്ക് 8 ശക്തി, ചിലർക്ക് 6 ശക്തിയല്ല ഞാൻ തന്നത്, സർവശക്തികളും തന്നു. നേരത്തെ പറഞ്ഞുവല്ലോ, വിധിയിലൂടെയാണ് സിദ്ധി. കാര്യശക്തി की विधि एक है बाबा के बनने की विधि. ബാബ പറയണേ ദൂസരി ഹെ ബാബ സെ വർഷ പ്രാപ്ത് करने के. ഒന്ന് ബാബയുടേതായി മാറുന്ന വിധി, ബാബയുടേതായതിനു ശേഷം ഈശ്വരിൽ നിന്ന് സമ്പത്ത് നേടുന്ന വിധി. മൂന്നാമത്തേത് ഈശ്വരന് കിട്ടിയ സമ്പത്തുകളെ സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കുന്ന വിധി. അവന് 3 കാര്യമുണ്ട്. ബാബയുടേതാകുന്ന വിധി, ആയവരച്ഛനിൽ നിന്ന് സ്വത്തെടുക്കേണ്ട വിധി, സ്വത്തെടുത്തത് സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട വിധി. ബാബ പറഞ്ഞ ഈ വിധിയിലാണ് മക്കൾ തമ്മിൽ അന്തരം. കാര്യങ്ങളിൽ ഉപയോഗിക്കുന്ന വിധിയിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഉദാഹരണം, മുരളിയുടെ പോയിന്റുകൾ. എല്ലാവരുടെ അടുത്തും പോയിന്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ടോപ്പിക് എടുത്തിട്ട് ബാബ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഓരോരുത്തരും ഒരു വിഷയത്തെക്കുറിച്ച് എത്ര പോയിന്റ് പറയും? ഇഷ്ടം പോലെ പോയിന്റ് നിങ്ങളെല്ലാം പറയില്ലേ? ഒരു പോയിന്റ് ബുദ്ധിയിൽ വെക്കുക. ബാബ പറഞ്ഞ ഇതാണ് വിധി. പറയാൻ പറഞ്ഞ എല്ലാ പോയിന്റും എല്ലാവരും പറയും, പക്ഷെ ഒരു പോയിന്റ് ബുദ്ധിയിൽ വെക്കുക, എന്നിട്ട് ആ പോയിന്റ് സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കുക. ബാബ പറയണേ പോയിന്റ് രൂപി ഹോ, സമയത്ത് ആ പോയിന്റിന്റെ സ്വരൂപമാകാനും കഴിയണം, അതേപോലെ നിങ്ങൾക്ക് പോയിന്റ് ആകാനും ബിന്ദുവാകാനും കഴിയണം. പോയിന്റുകളെ ഉപയോഗിക്കാനും കഴിയണം, നിങ്ങൾക്ക് സ്വയം പോയിന്റായി മാറാൻ, ആത്മാ അഭിമാനിയായി മാറാനും താങ്കൾക്ക് കഴിയണം. ജ്ഞാനത്തെ ഉപയോഗിച്ചാൽ മാത്രം പോരാ പറയാ ബാബ. ജ്ഞാനം ഉപയോഗിച്ച് ആത്മാഭിമാനിയായി മാറാനും താങ്കൾക്ക് കഴിയണം. രണ്ടിൻ്റെയും സന്തുലനം വേണം. ഒന്ന് നമ്പർ 1 വിധിയിലൂടെ നമ്പർ 1 സിദ്ധി നേടുക. ഇതായിരുന്നു മമ്മയുടെ പ്രാപ്തി അല്ലേ? മമ്മ എന്ത് ചെയ്തു? ആ 1 വർഷം കൊണ്ട് തന്നെ സമ്പൂർണ്ണ ആത്മാഭിമാനിയായി മാറി.
രണ്ടിലും വിജയിച്ചു അമ്മ. ആത്മാഭിമാനിയായി മാറുന്നതിലും സദാ വിജയിച്ചു, സമയത്ത് പോയിന്റുകളെ ഉപയോഗിക്കുന്നതിലും അമ്മ നമ്പർ 1 ആയിരുന്നു. നമ്പർ 1 വിധിയിലൂടെ നമ്പർ 1 സിദ്ധി നേടുക. കബി പോയിന്റ് കെ വിസ്താരമേ ചലേ ജാത്തെ ഹെ. ബാബ പറയുന്ന കുട്ടികള് ചില സമയത്ത് മുരളിയുടെ പോയിന്റിന്റെ വിസ്താരത്തിലേക്ക് പോകും, ഇടയ്ക്ക് പോയിന്റ് സ്വരൂപത്തിലിരിക്കും. പോയിന്റ് രൂപ ഓർ പോയിന്റ് സാത്ത് സാത്ത് ചെയ്യേ. ബാബ പറയുന്ന ജ്ഞാന പോയിന്റുകളുടെ വിസ്താരത്തിൽ പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പോവും. പക്ഷേ വിസ്താരത്തിനോടൊപ്പം ബാബ പറയുന്ന സാരത്തിലേക്ക് വരേണ്ട സമയത്ത് ബിന്ദുവാകാനും ജ്ഞാന ബിന്ദുക്കളെ സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കാനും താങ്കൾക്ക് കഴിയും. അവരവരുടെ മുന്നിൽ പേപ്പർ വരുമ്പോൾ, മറ്റുള്ളവർക്ക് പേപ്പർ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ബാബ അതല്ലേ പറഞ്ഞേ, ബാബ ഇങ്ങനെയല്ലേ പറഞ്ഞേ. അത് എളുപ്പമാണല്ലോ പറയാൻ. മറ്റുള്ളവർക്ക് സമസ്യ വരുമ്പോൾ നമുക്ക് അവരോട് ജ്ഞാനം പറയാൻ എളുപ്പമാണ്. പക്ഷെ അതേ സമസ്യ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നോക്കണം നമുക്ക് എത്രത്തോളം ഈ പോയിന്റുകൾ ഉപയോഗിക്കാൻ കഴിയും. കാര്യശക്തിക്കോ ബഠാവോ. ബാബ പറഞ്ഞു ഇപ്രകാരം ജ്ഞാനത്തെ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ശക്തിയാണ് വർദ്ധിപ്പിക്കേണ്ടത്. മനസ്സിലായോ? നമ്പർ 1ലേക്ക് വരാൻ ഇതാണ് ചെയ്യേണ്ടത്. ഏതാണ്? പോയിന്റ് ആകാനും പോയിന്റുകളെ സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ. ആജിക്കൽ സയൻസ് കി ശക്തി. ഇന്നത്തെ കാലഘട്ടത്തിൽ സയൻസിന്റെ ശക്തി, സയൻസിന്റെ ഉപകരണങ്ങൾ കാര്യങ്ങളെ വളരെ പവർഫുള്ളാക്കി വേഗതയിലാക്കിക്കൊണ്ടിരിക്കുന്നു. जो चैतन्य मनुष्य कार्य कर सकता है जितने समय. ബാബ പറയുന്ന മനുഷ്യൻ പണ്ട് ഏത് സ്പീഡിലാണോ വർക്ക് ചെയ്തിരുന്നത്, എത്ര സമയം എടുത്തിരുന്നോ അതിനേക്കാളും സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ? ആൾക്കാരുടെ എണ്ണവും കുറഞ്ഞു ഇപ്പോ അല്ലെ? കാര്യങ്ങൾ സ്പീഡിൽ നടക്കുകയും ചെയ്യുന്ന അത്ര സ്പീഡിൽ വർക്ക് ചെയ്യാനുള്ള സാമഗ്രികൾ സയൻസ് കണ്ടുപിടിച്ചു. ഉദാഹരണം ബാബ പറയുന്ന കമ്പ്യൂട്ടർ എത്ര വേഗത്തിൽ പണിയെടുക്കണം അല്ലെ? പണ്ട് 10 പേര് 20 പേര് ചെയ്തിരുന്ന ജോലി ഇപ്പോൾ ഒറ്റ കമ്പ്യൂട്ടർ അല്ലെ 1 മണിക്കൂറിൽ വേണമെങ്കിൽ ചെയ്യും. ചൈതന്യ മനുഷ്യക്കോ ഭി കറക്ഷൻ കർത്താ ഹെ. മനുഷ്യൻ പണിയെടുക്കുന്നിടത്ത് പോലും മനുഷ്യന് പോലും കറക്ഷൻ ആര് കൊടുക്കുന്നുണ്ട്? കമ്പ്യൂട്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്. മനുഷ്യനെ തിരുത്തുന്നു കമ്പ്യൂട്ടർ. तो जब साइंस के साधन, സയൻസിന്റെ ഉപകരണങ്ങൾക്ക് ഇത്രയും കാര്യശക്തി ഉണ്ടെങ്കിൽ കൈ ഐസെ ഇൻവെൻഷൻ, ഇപ്പോഴും പുതിയ ഗവേഷണങ്ങൾ പിന്നെ കണ്ടെത്തലുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. तो ബ്രാഹ്മണ ആത്മാവും കെ. അപ്പൊ ബാബ പറയണേ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾ അപ്പോ സൈലൻസിന്റെ ശക്തി എത്ര തീവ്രഗതിയിൽ കാര്യത്തിൽ യഥാർത്ഥ രൂപത്തിൽ ഉപയോഗിച്ച് സഫലത നേടണം. ക്ലിയർ ആയില്ലേ? ഇതാ പറഞ്ഞ ബാബ സയൻസ് ഇത്രയും സ്പീഡിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് പോലും കറക്ഷൻ കൊടുക്കുന്നു. സൈലൻസിൽ പോയാൽ ബാബ പറഞ്ഞ സൈലൻസിന്റെ ശക്തി ഉപയോഗിച്ച് താങ്കൾക്കും ബാബ എന്താ പറഞ്ഞേ മനസ്സുകളെ ബുദ്ധികളെ പരിവർത്തനപ്പെടുത്താൻ അല്ലെങ്കിൽ സമസ്യകളെ പരിവർത്തനപ്പെടുത്താൻ സൈലൻസിന്റെ ശക്തി എത്രത്തോളം താങ്കളെ കാര്യത്തിൽ ഉപയോഗിക്കണം. എന്താ പറഞ്ഞു വരുന്ന ബാബ? നമുക്ക് മുന്നിൽ വരുന്ന സമസ്യകളെ അല്ലേ, വിഘ്നങ്ങളെ, തടകൾ എന്തെല്ലാം വരുന്നു സൈലൻസിന്റെ ശക്തി ഉപയോഗിച്ച് തന്നെ അതിനെ അതിജീവിക്കും. 4 പേരോട് 10 പേരോട് പോയി പരാതി പറഞ്ഞതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ നമ്മുടെ പ്രോബ്ലം തീരില്ല പറയാ. ബാബ അത്ര സൈലൻസിലിരിക്കുന്നു. സൈലൻസിന്റെ ഉപകരണങ്ങൾ ഏതാ പറഞ്ഞിരിക്കണം ബാബ? സൈലൻസിൽ ബാബ 2 യന്ത്രം നമുക്ക് തന്നിട്ടുണ്ട്, ശുഭാവന ശുഭകാം. ഈ യന്ത്രം ഉപയോഗിച്ച് ഈ മന്ത്രം, ഇതാണ് നമുക്ക് മന്ത്രശക്തി ബാബ തന്നിരിക്കുന്നത്. ഈ യന്ത്രങ്ങളെ സദുപയോഗം ചെയ്യുക. ചില ആൾക്കാർ പറയില്ലേ ഇന്ന യന്ത്രം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി ശത്രു സംഹാരം നടക്കും, ഇന്ന യന്ത്രം കൊണ്ടുപോയി വയ്ക്കോ പണം വരും, ഇന്ന യന്ത്രം കൊണ്ടുവയ്ക്കോ ജോലി തരും. അപ്പൊ ബാബ എന്താ പറഞ്ഞ? ഒറ്റ യന്ത്രം ഉപയോഗിക്കും, എല്ലാ പ്രശ്നവും പരിഹരിക്കാം. എന്താ പറഞ്ഞ ബാബ? സമയം കിട്ടുമ്പോഴെല്ലാം സൈലൻസിലിരിക്കൂ, ശുഭാവന വയ്ക്കൂ, എന്ത് നടക്കണമോ അത് മാത്രം ചിന്തിക്കും, എന്താണോ നടക്കേണ്ടത് അത് ചിന്തിക്കും അല്ലേ? അതാണ് ബാബ
തന്നിരിക്കുന്നത്. ബാബ പറയുന്ന ഇപ്രകാരം സൈലൻസിലിരുന്ന് സങ്കല്പശക്തി ഉപയോഗിച്ച് ബാബ പറയുന്ന താങ്കൾ സഫല കാര്യങ്ങൾ ചെയ്യും. സെക്കൻഡ് നിർണയമോ സെക്കൻഡ് കാര്യക്കോ ബാബ പറയുന്ന എന്താണോ ചെയ്യേണ്ടത് സെക്കൻഡിൽ നല്ല നിർണയം, സെക്കൻഡിൽ ബാബ പറഞ്ഞ കാര്യങ്ങളെ പ്രാക്ടിക്കലി സഫലമാക്കും. സോച്ചന ഓർ കർന ഇസ്കാ ബി ബാലൻസ് ചെയ്യേ. ശരി, ഏത് സങ്കല്പത്തിൽ വന്നു ബാബനെ ചിന്തിച്ചത് തന്നെ ചെയ്യണം. ചിന്തിക്കുന്നതും ചെയ്യുന്നതും തമ്മിൽ അന്തരം. സങ്കല്പം നമ്മൾ ചിലപ്പം പറയില്ല, എനിക്ക് സങ്കല്പം വന്നിരുന്നു. ബാബ പറയണ ശ്രേഷ്ഠ സങ്കല്പത്തെ തന്നെ എന്ത് ചെയ്യുക, കർമ്മവുമാക്കണം. രണ്ടും തമ്മിൽ സമാനത സന്തുലനം ഉണ്ടാക്കണം. കൈ ബ്രാഹ്മണ ആത്മായെ സോച്ചത്തെ തോ ബഹുത് അച്ഛാ ഹൈ. ചില ബിക്കേസ് ബാബ പറയണ നല്ലത് ചിന്തിക്കും, ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഇപ്പം മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും. പക്ഷെ ബാബ പറയണ ചെയ്യാൻ വരുമ്പോൾ ചെയ്യേണ്ട സമയത്ത് ഉത്തന നഹിയും കർത്തേ. ബാബനെ ചെയ്യേണ്ട സമയത്ത് അതുപോലെ ചെയ്യൽ വിചാരിച്ചത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല. ഓർ കൈ ഫിർ കർണേമേ ലഗ് ജാത്തേ. ബാബ പറയണ ഇനി ചിലർ നേരെ തിരിച്ചാ, കുറെ അങ്ങോട്ട് ചെയ്യും, ചെയ്തതിന് ശേഷം ചിന്തിക്കും, അയ്യോ ഞാൻ ചെയ്തു പോയത് അബദ്ധമായി പോയല്ലോ. ബാബന് ഇങ്ങനെ 2 കൂട്ടരുണ്ട് ബാബയുടെ മക്കളെ പറയാ ബാബ. ചിലർ നല്ലത് ചെയ്യണമെന്ന് ചിന്തിക്കും, പക്ഷെ ചെയ്യുമ്പോൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യില്ല. ചിലരുണ്ട് കുറെ അങ്ങോട്ട് തലകീഴായത് ചെയ്യും, ചെയ്തതിന് ശേഷം ഇരുന്ന് ചിന്തിക്കുക, അയ്യോ എനിക്ക് അബദ്ധം പറ്റിപ്പോയല്ലോ, ബാബ ഇതല്ലല്ലോ പറഞ്ഞ, പക്ഷെ ഞാൻ ചെയ്തു പോയല്ലോ. ഇങ്ങനെ ക്യാ കർനാ ഹേ. ബാബ പറയുന്നത് രണ്ടുമല്ല നമുക്ക് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? ഇപ്പോൾ എന്ത് ചെയ്യണം മക്കള്? സോച്ചന ഓർ കർണ ദോനും സാത്ത് സാത്ത് ഹോ. ശ്രേഷ്ഠ ചിന്തയും ശ്രേഷ്ഠമായ കർമ്മം, അവന് രണ്ടും ഒപ്പമായിരിക്കണം. നഹീം തോ ക്യാ ഹോത്താ ഹേ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വിചാരിച്ചു താങ്കള് ഇന്ന് മുതൽ ഇങ്ങനെ ചെയ്യണം. ബാബ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു സങ്കല്പം എടുത്തു, ഇന്നത്തെ ദിവസം ഞാൻ ശുഭം മാത്രമേ ചിന്തിക്കൂ, ശുഭവാക്യം ഉപയോഗിക്കൂ, ഇന്നത്തെ ഫുൾ ഡേ ഞാൻ ശാന്തിയുടെ ശക്തി ഉപയോഗിക്കും, ഇന്ന് ഞാൻ ആരോടും ദേഷ്യപ്പെടില്ല, അംശം മാത്രം പോലും, ടോൺ പോലും മാറ്റില്ല, അല്ലെങ്കിൽ മുഖഭാവം പോലും ഞാൻ മാറ്റില്ല. ഏതെങ്കിലും ഒരു സങ്കല്പം നമ്മൾ രാവിലെ ഫുൾ ഡേയിലേക്ക് ഒരു ഹോംവർക്ക് എടുത്തു അമൃത് വേളയിൽ. ബാബ പറയുന്ന താങ്കൾ ചിന്തിച്ചു, പക്ഷെ ചിന്തിക്കുന്നതും ചെയ്യുന്നതും തമ്മിൽ അന്തരം വരാൻ പാടില്ലല്ലോ. और പരിസ്ഥിതി ബദൽ ബാബ പറയണേ താങ്കൾ ചിന്തിച്ചു ഇന്ന് ഇങ്ങനെ ചെയ്യണം, സോച്ചത്തെ കാര്യക്ക സമയം ഒരു പരിസ്ഥിതി, പിന്നെ ചെയ്യാൻ തുടങ്ങുമ്പോൾ സമയം ബാബ പറയണേ വിപരീത പരിതസ്ഥിതി വന്നു എന്നിരിക്കട്ടെ. എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പരിതസ്ഥിതി വന്നു. ഇന്നത്തെ ദിവസം ഞാൻ ശാന്തമായിട്ട് പെരുമാറുമെന്ന് വിചാരിച്ചു, പക്ഷെ അന്നത്തെ ദിവസം തന്നെ ദേഷ്യപ്പെടേണ്ടുന്ന തരത്തിലുള്ള സാഹചര്യം മുന്നിൽ വന്നു. അപ്പം നമ്മൾ എന്ത് പറയും? എൻ്റെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും ദേഷ്യപ്പെടും. അങ്ങനെയാണ് അവർ പെരുമാറിയത്. ബാബനെ പിന്നെ നിങ്ങൾ എന്ത് പറയും? വിപരീത സാഹചര്യം വരുമ്പോൾ, ബാബാ ഞാൻ ഇന്ന് മുഴുവൻ ഇങ്ങനെ ആകണമെന്ന് വിചാരിച്ചതാണ്, ചെയ്യാനും തീരുമാനിച്ചതായിരുന്നു, പക്ഷേ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ബാബ പറയണേ സയൻസിൻ്റെ സാധനങ്ങൾ നോക്കൂ, ഇത്ര സ്പീഡിൽ വർക്ക് ചെയ്യുന്നുവെങ്കിൽ, സെക്കൻഡിൽ ചെയ്യുന്നുവെങ്കിൽ, ബാബ പറയണേ വിനാശി സാധനങ്ങൾക്ക് ബാബ പറയണേ അവർ വിചാരിച്ചത് സയൻസിൻ്റെ സാധനം ഉപയോഗിച്ച് ചെയ്യുന്നുവെങ്കിൽ സ്ഥാപനയുടെ കാര്യത്തിന് ഉപയോഗിക്കേണ്ട സാധനമാണ് സൈലൻസിൻ്റെ ശക്തി. സൈലൻസിൻ്റെ ശക്തി. ബാബ ചോദിക്കണേ താങ്കൾക്ക് ഈ സാധനത്തെ കാര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ലേ? താങ്കൾ ഉപയോഗിക്കേണ്ട ഉപകരണമാണ് സൈലൻസിൻ്റെ ശക്തി. അപ്പം ബാബന് താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും സാഹചര്യം അങ്ങനെ ആയിപ്പോയി ബാബ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത്? ബാബന് താങ്കൾ ഉപയോഗിക്കേണ്ട സാധനമേ സൈലൻസിൻ്റെ ശക്തിയാണ്. സൈലൻസിൻ്റെ ശക്തി താങ്കൾക്ക് സമയത്ത് വിപരീത സാഹചര്യം വന്നു, അതുകൊണ്ട് ഞാൻ തോറ്റുപോയി എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഉപകരണമേ ഇതാണ് ഉപയോഗിക്കേണ്ടത്. ആ ഉപകരണം എടുത്ത് താങ്കൾ ഉപയോഗിച്ചില്ലെങ്കിൽ അഭി തോ പ്രകൃതി ആപ് മാലിക്കുങ്ക. ബാബ പറയണേ മക്കളെ ഇപ്പൊ പ്രകൃതി താങ്കൾ യജമാന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ് ലോഗോൻകോ ഓർഡർ, താങ്കളിപ്പോ പ്രകൃതിക്ക് ഓർഡർ കൊടുക്കുന്നില്ല എങ്കിൽ ബാബ പറയണേ പ്രകൃതി കിത്തനി. ഇപ്പൊ നോക്കൂ ബാബനെ, പ്രകൃതി എത്ര ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യജമാനന്മാരെ തയ്യാറാവൂ എന്ന് താങ്കളോട് പറയാണ്. തോ പ്രകൃതി ആപ്കാ സ്വാഗത് കരേ. യജമാനന്മാർ റെഡിയായ പ്രകൃതി താങ്കളെ സ്വാഗതം ചെയ്യും. എസേ തയ്യാർ ഹോ. താങ്കൾ ബാബ പറയണ തയ്യാറാണോ? അങ്ങനെ പ്രകൃതി തയ്യാറാകുക അർത്ഥം എന്താണ്?
നമ്മളെ സമ്പൂർണതയിലെത്തിയാലേ ഈ ആത്മാവിന് നല്ല ശരീരം തരാൻ ബാബ ഇടയ്ക്ക് മുരളിയിൽ ഒരിക്കൽ പറഞ്ഞില്ലേ, 5 തത്വങ്ങളും തയ്യാറാകുകയാണ് യജമാനനെ സത്യുഗി ആത്മാക്കളെ വരവേൽക്കാൻ, സത്യുഗി ആത്മാക്കൾക്ക് ശരീരം നിർമ്മിച്ചു കൊടുക്കാൻ, ദൈവാത്മാക്കൾക്ക് ശരീരം കൊടുക്കാൻ 5 തത്വങ്ങളും മത്സരിച്ച് തയ്യാറാക്കും. പക്ഷെ ബാബ പറയുന്നത് താങ്കൾ യജമാനൻ റെഡിയാവണ്ടേ? സമ്പൂർണ്ണ തയ്യാറെടുപ്പിലേ ബാബ പറയുന്ന മഹിമയുള്ളൂ. ഭക്തരും താങ്കളുടെ മഹിമ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പനി മഹിമാക്കോ, ബാബ ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മഹിമകൾ അറിയുമോ? പ്രകൃതി താങ്കളെ ആഹ്വാനം ചെയ്യാണ്, ഭക്തര് താങ്കളുടെ മഹിമ പാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ താങ്കൾക്ക് താങ്കളുടെ മഹിമ അറിയോ? ഇപ്പൊ ചെക്ക് ചെയ്യൂ. ഇൻ സബ് മേ ഗുൺ സർവഗുൺ സമ്പന്ന, എല്ലാ കാര്യത്തിലും താങ്കൾ സർവഗുണ സമ്പന്നമായോ? എല്ലാ ഗുണങ്ങളിലും നിറവ് താങ്കളിൽ വന്നു? സമ്പൂർണ്ണ നിർവികാരിയായോ? ഇതൊക്കെ പറഞ്ഞ ബാബ. ഗുണങ്ങളിൽ നിറവ്, സമ്പൂർണ്ണ നിർവികാരി, സമ്പൂർണ്ണ അഹിംസകനായോ? മര്യാദ പുരുഷോത്തമനാണോ? ഈശ്വരീയ കുലമര്യാദകളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ടോ? 16 കല സമ്പൂർണമായോ? സബി ബാത്തുമേ ഫുൾ. ഈ പറഞ്ഞ 5 കാര്യത്തിലും ഫുൾ ഫുൾ. അപ്പം മനസ്സിലാക്കിക്കോളൂ, താങ്കൾ യജമാനൻ തയ്യാറായി. 5ലും ഫുള്ള് വന്നാൽ എന്താ പറയാം? താങ്കൾ യജമാനൻ തയ്യാറായി. ഇതിൽ ശതമാനമാണെങ്കിൽ തയ്യാറായി എന്ന് പറയാൻ പറ്റില്ല. ബാബ പറയണേ താങ്കൾ ബാബയുടെ കുട്ടി എന്ന് പറയാം, പക്ഷെ യജമാനൻ എന്ന് വിളിക്കാൻ പറ്റില്ല. പ്രകൃതി താങ്കൾ യജമാനന്മാരെ ഫുള്ളായാൽ സ്വാഗതം ചെയ്യും. ബാബയ്ക്ക് ബാലക് ഹേ, താങ്കൾ ബാബയുടെ മക്കളാണ്. ഒത്തു ഠീക്കേ, എൻ്റെ മക്കൾ എന്നുള്ളത് ശരി തന്നെ. പക്ഷെ ബാബ പറയുന്നത് ഇതിൽ നിങ്ങൾ പാസ്സാണ്. ലേക്കിൻ ഇൻ 5 ഹി ബാത്തോമേ, പക്ഷെ ഞാൻ പറഞ്ഞ ഈ 5 കാര്യങ്ങളുണ്ടല്ലോ, ബാബ പറഞ്ഞ 5 യോഗ്യതകള്, ഇതിൽ നിങ്ങൾ സമ്പന്നരാകണം, യജമാനന്മാരാകണം. പ്രകൃതിക്ക് ഓർഡർ കരെ, ബാബ പറയണ ഞാൻ പ്രകൃതിക്ക് ആജ്ഞ കൊടുക്കട്ടെ, ക്ലീനിങ് ചെയ്യാൻ പറയട്ടെ, ചോദിക്കുക ബാബ. അച്ഛാ, തപസ്യ വർഷത്തില് ബാബ പറയണ തയ്യാറെടുപ്പ് പൂർത്തിയാകൂ. എന്ത് ഓർഡർ കൊടുക്കണം ബാബ? ലാസ്റ്റ് ചാൻസ് ആണ് ഈ തപസ്യ വർഷം. ഫിർ കഹെങ്കെ ഓർ തോടാ. ബാബൻ ഈ സമയവും കടന്നു പോയതിന് ശേഷം പിന്നെ ബാബയോട് ഇങ്ങനെ ചോദിക്കരുത്, ബാബ ഇത്രയും കൂടെ സമയം തന്നിരുന്നെങ്കിൽ, എനിക്ക് ഇത്രയും കൂടെ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ. ബാബ പറയണേ ഫിർ തോ നഹീ കഹേങ്കേന. ബാബ ചോദിക്കണം, പിന്നെ ഇങ്ങനെ പറയില്ലല്ലോ ബാബയോട് നിങ്ങൾ. ഇപ്പൊ കിട്ടിയ ചാൻസ് ബാബ പറയണേ എടുക്കും. കയ്യിൽ നിന്ന് സമയം പോയിട്ട് ബാബയോട് പിന്നെ ചോദിക്കരുത്. നമ്മുടെ ആയുസ് തന്നെ പൂർത്തിയായി പിന്നെ നമുക്ക് ബാബയോട് പറയാൻ പറ്റും? അല്ല. ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ബാബയോട് ചോദിക്കാം, ബാബ എനിക്ക് കുറച്ച് സമയം കൂടി തന്നിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി പൂർണ്ണതയിലെത്താൻ പുരുഷാർത്ഥം ചെയ്യാമായിരുന്നു. കുറച്ച് സമയം കൂടി ഈ ശരീരത്തിൽ ആയുസ് തരുമെന്ന് പോലും ചോദിക്കാൻ പറ്റില്ലല്ലോ. ബാബനെ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ മക്കളെ, പറയാം ബാബ. ചാരോ ഓർക്കെ, നാനാഭാഗത്തുള്ള സർവസ്വരാജ്യാധികാരി ആത്മാക്കൾക്ക്, സദാ ഡബിൾ സിംഹാസനത്തിലിരിക്കുന്ന വിശേഷ ആത്മാക്കൾക്ക്, സദാ ചിന്തിക്കുകയും പറയുകയും 2 ശക്തികളെയും സമാനമാക്കുന്ന വരദാനി ആത്മാക്കൾക്ക്, സദാ പരമാത്മ സ്നേഹത്തെ നിറവേറ്റുന്ന സത്യമായ ഹൃദയം കൊണ്ട് ബാബയെ സ്നേഹിക്കുന്ന ഹൃദയേശ്വരന്റെ മക്കൾക്ക്, ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും നമസ്കാരം. ബാപ്ദാദയ്ക്കും സ്നേഹസ്മരണകളും നമസ്കാരം.